നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? Each day is a gift. Open it, celebrate it, and enjoy it. A warm good morning to all. Sanila here for coordinating today's session. When prayer becomes your habit, miracles become your lifestyle. So let's start the class with the prayer. I invite Tina for the prayer and for sign in the class. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹഗീതമേ മിഴി തുറക്കൂ. കദന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. Good morning, everyone. I invite our dearest Jisha ma'am and all my dear friends for today's online class. Thank you. Thank you, Tina. Change is never easy, but it is necessary for growth. So I would like to invite Anjana for sharing today's thought. Good morning, all. Education is the most powerful weapon which you can use to change the world. Thought by APJ Abdul Kalam. Thank you. Thank you, Anjana. Next, I welcome Jisha ma'am for the class. Thank you all. Thank you so much. A very good morning to all. നല്ല ടീന റൈറ്റ്, ടീന നല്ല വോയിസ് ആയിരുന്നു, ഭയങ്കര സൂത്തിങ് ഫീൽ ആയിരുന്നു കേട്ടോ. Thank you, ma'am. ഓക്കെ, വെരി നൈസ്. എല്ലാവരും നിങ്ങളത് കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നിങ്ങൾ ക്ലാസ് കൊണ്ടുപോകുന്നുണ്ട്, കറക്റ്റ് ആളുകളെ അസൈൻ ചെയ്തിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, എല്ലാവരും ചെയ്യും കേട്ടോ, എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമാണ്. ഓക്കെ ഫൈൻ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എവിടെ വരെ? മിസ് വീഡിയോയിൽ വരണേലും മുമ്പ് തുടങ്ങിയതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? നോ പ്രോബ്ലം, കാരണം ദിസ് ഇസ് യുവർ ക്ലാസ്, നിങ്ങൾക്ക് ക്ലാസ് ലീഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് സൈഡിൽ ഇങ്ങനെ പാസീവ് ആയിട്ടിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ തന്നെയാണ് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, അങ്ങനെ കഴിയുമ്പോ ടീച്ചർ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ടോപ്പിക്സും സ്റ്റാർട്ട് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പറഞ്ഞേ? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു മാം. ഓക്കെ, കുറച്ച് സൈക്കോ അനാലിസ്റ്റുകളുടെ കാര്യം അങ്ങനെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിങ്ക് ഷെയർ ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും?
പിയാഷയുടെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു സ്ക്രീൻഷോട്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരാൻ പറഞ്ഞു. കാരണം എന്താന്ന് വെച്ചാൽ പിയാഷയുടെ ഒരു കുറെ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു, അത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അത് എക്സ്പയർഡ് ആയി പോകുന്നു, ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ബാക്കി എല്ലാവരുടെയും ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാക്കിയുള്ളവരുടെ ഞാൻ ഷെയർ ചെയ്തിരുന്നു ഇല്ല. പാർട്ട് 2 ഇല്ല, ആ ചാപ്റ്ററും കൂടി ഇല്ലേ തീരാനുള്ളൂ, ബാക്കിയെല്ലാം കഴിഞ്ഞില്ലേ? വേറെ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് കഴിയാനുണ്ടോ പാർട്ട് 2? ഇല്ല മാം, ഇതും കൂടി ഉള്ളൂ. അതല്ല, ഒന്നും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഞങ്ങൾക്ക് ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓ ശരി ശരി, ശരിയാ. ഞാൻ ജസ്റ്റ് ഡെവലപ്മെന്റിന്റെ ചില കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, അത് കഴിഞ്ഞ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലേക്ക് വന്നു. കാരണം അപർണ മിസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ ഞാൻ ജസ്റ്റ് ചാപ്റ്റർ ഒന്ന് ഷെയർ ചെയ്യാം. ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അതോ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എടുത്തിരുന്നോ? സ്റ്റേജസ് പറഞ്ഞു മിസ്. ബ്രൂണറുടെ കാര്യം 2, 3, 6, 7, 9, 10 എടുക്കാനുണ്ട്. ഓക്കെ, അപ്പൊ 8 എടുത്തു കഴിഞ്ഞു അല്ലെ? 4 ഞാനിപ്പോ എടുക്കും, 5ഉം എടുത്തു. ലാംഗ്വേജ് ഡെവലപ്മെന്റും കഴിഞ്ഞു. അത് ഓൺഗോയിങ് ആണ്, എടുത്തുകൊണ്ടിരിക്കുന്നു മാം. എടുത്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റില് ഒരു ഷോർട്ട് കമ്മിങ് വന്നു കഴിഞ്ഞാൽ, അതായത് അതിലെന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഡെവലപ്മെന്റിനെയും അത് ബാധിക്കുന്നു നമ്മൾ പറഞ്ഞു. നമ്മൾ സ്പെഷ്യൽ കിഡ്സിനെ കണ്ടിട്ടുണ്ട്, അവർക്ക് ഫിസിക്കൽ ഡിഫോമിറ്റീസ് ഉള്ള കുട്ടികളുണ്ട്, മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, അങ്ങനെ പല രീതിയിലും അവർക്ക് ഡിഫോമിറ്റീസ് ഉണ്ട്. ചിലപ്പോൾ എല്ലാ സെൻസസും വർക്ക് ചെയ്യുന്നുണ്ടാവില്ല, അങ്ങനെ പല ഡിഫോമിറ്റീസ് ഉണ്ട്. അപ്പൊ അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ എന്തോ ഒരു ഡിഫോമിറ്റീസ് വന്നത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. ഒരു കുട്ടിയുടെ ബുദ്ധി വളരുമ്പോൾ ബാക്കി എല്ലാ ഏരിയയിലും ഡെവലപ്മെന്റ് സംഭവിക്കുന്നു. അവിടെ ലാംഗ്വേജ് വളരുന്നു, കുട്ടിയുടെ മൂവ്മെന്റ്സ് കറക്റ്റ് ആകുന്നു, ആക്ടിവിറ്റീസ് കുട്ടി കുറെ കൂടെ ആക്റ്റീവ് ആകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികളുടെ ഡെവലപ്മെന്റിനെ കുറിച്ച് വളരെയധികം സൈക്കോ അനാലിസ്റ്റുകൾ അവരുടേതായ കുറെ എക്സ്പ്ലനേഷൻസ്, കുറെ ഒബ്സർവേഷൻസ് പോസ്റ്റുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലെ പ്രധാനപ്പെട്ടവരുടെ കാര്യമായിരുന്നു നമ്മൾ പറഞ്ഞത് പിയാജയുടെ, അതുപോലെ തന്നെ എറിക്സൺ, വിക്ടോസ്കി, പിന്നെ സിഗ്മണ്ട് ഫ്രോയിഡ്, പിന്നെ ബ്രൂണറുടെ. നമുക്കിവിടെ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് ബ്രൂണറുടെ ആണ്. പക്ഷെ അവിടെ ബ്രൂണറുടെ പേര് പോലും ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അദ്ദേഹം അത്രയും റിസർച്ച് ചെയ്ത് അനലൈസ് ചെയ്ത കാര്യങ്ങളാണ് 3 സ്റ്റേജ് ആയിട്ട് കൊടുത്തിരുന്നത്. അതുകൊണ്ടാണ് ഞാനവിടെ ബ്രൂണറിനൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞത്. ബ്രൂണറുടെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞതല്ലേ, ഇനി പിയാജയുടെ കാര്യമല്ലേ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത്. എനിക്ക് ഞാനൊരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് ഒന്ന് പറയാം കാര്യങ്ങൾ. പിന്നെ പലപ്പോഴും ആളുകൾ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റഡി ചെയ്യുമ്പോൾ അവരതിൽ നിന്നും മനസ്സിലാക്കിയതും അവർ ഒബ്സർവ് ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ
അവർ ഷെയർ ചെയ്യാറുണ്ട്. ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഇപ്പൊ ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുവാണല്ലോ. അപ്പൊ നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യുമ്പോൾ ഈ ആളുകളുടെ എല്ലാം വായിക്കുമ്പോൾ നമുക്ക് ചിലതൊന്നും നമുക്ക് ഡൈജസ്റ്റ് ചെയ്തൊന്നും വരില്ല. അത് ശരിയാവണം എന്നില്ലല്ലോ എന്നൊരു തോന്നൽ നമുക്ക് തോന്നും. കാരണം ഓരോരുത്തരും അവരുടെ എക്സ്പീരിയൻസും അവർ കണ്ടിട്ടുള്ള കാര്യങ്ങളും വെച്ചിട്ടാണ് ഈ അനാലിസിസ് കംപ്ലീറ്റ് എഴുതി വെച്ചിരിക്കുന്നത്. അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ ആളുകൾ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് ഓരോരുത്തരുടെയും അനാലിസിസിനെ. പിയാജറ്റിന്റെ അനാലിസിസിനെയും ആളുകൾ ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. കാരണം പിയാജെ ഈ പറയുന്ന പോലെ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഈ പ്രായം തുടങ്ങി ഈ പ്രായം വരെ കുട്ടി ഇങ്ങനെയായിരിക്കും, അങ്ങനെ ഇന്റലക്ച്വലുമായിട്ട് കണക്ട് ചെയ്താണ് പിയാജെ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, എല്ലാ കുട്ടികളിലും അങ്ങനെയല്ല നടക്കുന്നത് എന്ന രീതിയിൽ ആളുകളെ അതിനെ ക്രിട്ടിസൈസ് ചെയ്തു. ആളുകൾ പറയാൻ കാരണം പിയാജെ ഒരു ഒറ്റ കുട്ടിയായിരുന്നു, വീട്ടിൽ വേറെ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ലോൺലി ചൈൽഡ് ആയിരുന്നു, ചൈൽഡ്ഹുഡ് ഒക്കെ ലോൺലി ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്വന്തം ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കണം പിയാജെ ഇങ്ങനെ എഴുതിയത് എന്ന് ആളുകൾ പറഞ്ഞു. കാരണം കുട്ടികൾ സോഷ്യലൈസ് ചെയ്യുമ്പോൾ അവർക്ക് കുറെ ഡെവലപ്മെന്റുകൾ വരും, സംസാരിക്കും അല്ലെ, അവരുടെ ബുദ്ധി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ അവരെ താല്പര്യം കാണിക്കും, എക്സ്പ്ലോർ ചെയ്യും. ഇതൊക്കെ സോഷ്യലൈസ് ചെയ്യുമ്പോഴാണ് വരുന്നത്. എറിക്സണും വിറ്റോസ്കിയും എല്ലാം കുട്ടികളെ സോഷ്യലൈസ് ചെയ്യുമ്പോഴാണ് അവരുടെ ഇന്റലക്ച്വൽ ലെവല് അവർ ഡെവലപ്പ് ആകുന്നതെന്ന് പറഞ്ഞപ്പോൾ പിയാജെ ബുദ്ധിയെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. അതൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. അത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി ഓഫ് ജീൻ പിയാജെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ജീൻ പിയാജെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറെ റൈറ്റപ്സ് വരും. അതൊന്ന് സെർച്ച് ചെയ്ത് ആവശ്യമുള്ളത് മാത്രം ഒന്ന് എടുത്താൽ. പിയാജെ 4 സ്റ്റേജ് ആയിട്ടാണ് ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ബ്രൂണർ 3 സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ പിയാജെ അതിനെ 4 സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഈ 4 സ്റ്റേജ് കറക്റ്റ് ഏജ് വൈസ് ആണ് പിയാജെ പറഞ്ഞത്. പിന്നെ എല്ലാരും പറഞ്ഞ പോലെ തന്നെ ഓരോ സ്റ്റേജും അടുത്ത സ്റ്റേജിലേക്കുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺ തന്നെയാണെന്നാണ് പിയാജെ പറഞ്ഞത്. കാരണം പ്രസന്റ് സ്റ്റേജിൽ എന്തെങ്കിലും ഒരു കുറവുകൾ സംഭവിച്ചാൽ അത് അടുത്ത സ്റ്റേജിലുള്ള ഡെവലപ്മെന്റിനെ ബാധിക്കും, അതിന് എഫക്റ്റ് ഉണ്ടാവും, ഇമ്പാക്ട് ചെയ്യും എന്നാണ് പിയാജെ പറഞ്ഞത്. അപ്പൊ പിയാജെയുടെ ഒരു സ്റ്റെയർ കേസ് മോഡൽ പോലെയാണ്. ഒരു കുട്ടി ഇങ്ങനെ സ്റ്റെയർ കേസ് കയറുന്ന പോലെ തന്നെ, അങ്ങനെ ഓരോ സ്റ്റെയർ കേസിന്റെ ഓരോ ഭാഗങ്ങൾ കയറുമ്പോൾ കുട്ടി വരുന്ന ആ ഒരു രീതിയിലുള്ള സ്റ്റെയർ കേസ് മോഡലാണ് പിയാജെ ഉണ്ടാക്കിയത്. അതായത് ഒരു മൈൽ സ്റ്റോൺസ്, ഒരു മനുഷ്യന്റെ മൈൽ സ്റ്റോൺ പറയുവാണെങ്കിൽ ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് തുടങ്ങി അങ്ങനെ ഏറ്റവും ടോപ്പിൽ എത്തുന്ന രീതിയിലുള്ള ഒരു മൈൽ സ്റ്റോൺ. 4 മേജർ സ്റ്റേജസ് ആണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ പിയാജെ പോസ്റ്റുലേറ്റ് ചെയ്തത്. അതിലെ ഫസ്റ്റ് വൺ ആണ് സെൻസറി മോട്ടർ സ്റ്റേജ്, സെൻസറി മോട്ടർ ഇന്റലിജൻസ് അല്ലെങ്കിൽ സെൻസറി മോട്ടർ സ്റ്റേജ്. ഇതിന്റെ ഏജ് എന്ന് പറയുന്നത് ബർത്ത് തുടങ്ങി ഏജ് 2 വരെയാണ് പിയാജെ ഈ ഒരു സ്റ്റേജിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കുട്ടി ജനിച്ച അന്ന് തുടങ്ങിയിട്ട് 2 വയസ്സ് വരെയുള്ള സമയം, അതായത് ഇൻഫാൻസി അല്ലെ, ശിശുവാണ്, ശൈശവം, ചെറിയ കുഞ്ഞാണ്, ഡിപ്പെൻഡന്റ് ആണ്, സഹായത്തിന് ആരെങ്കിലൊക്കെ വേണം. ആ ഒരു ഏജിലെ കുട്ടിയെ പറ്റിയ കുട്ടി ആ ഒരു ഏജ് ആവുന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ലാംഗ്വേജ് ഒന്നും ഡെവലപ്പ് ആയിട്ടില്ല അല്ലെ. അപ്പോ ആ കുട്ടി കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യിക്കുന്നത്, കുട്ടിയുടെ മൂവ്മെന്റ്സ്, അതുപോലെ തന്നെ സെൻസസ് യൂസ് ചെയ്തിട്ടുമാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അമ്മയുടെ മണം കുട്ടിക്ക് പെട്ടെന്ന് പിടികിട്ടും, ടച്ച് പെട്ടെന്ന് മനസ്സിലാകും. കുട്ടിയെ സ്ഥിരമായി കുട്ടിയുമായിട്ട് കണക്റ്റഡ് ആകുന്ന ആളുകളുടെ ശബ്ദം, സ്മെൽ, ടച്ച്, അവര് ദൂരെ കൂടെ മൂവ് ചെയ്താൽ പോലും കുട്ടിക്ക് മനസ്സിലാകും. അപ്പൊ കുട്ടി സെൻസസ് യൂസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. പിന്നെ മോട്ടോർ ഡെവലപ്മെന്റ് ആണ് ഈ ഒരു ഏജിൽ നടക്കുന്നത്, മൂവ്മെന്റ്സ്. അതുകൊണ്ടാണ് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് ഈ ഒരു സ്റ്റേജിനെ പറയുന്നത്. സെൻസസും മൂവ്മെന്റ്സും അങ്ങനെയാണ് ഈ ഒരു ഏജിൽ ഡെവലപ്മെന്റ് നടക്കുന്നത്. നമുക്കറിയാം, ജനിച്ച ഉടനെ കുട്ടി ഡിപ്പെൻഡന്റ് ആണ്, കുട്ടിക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ആരെങ്കിലും എടുക്കണം, തല പോലും ഉറച്ചിട്ടുണ്ടാവില്ല. കുറെ ദിവസങ്ങൾ കഴിയുമ്പോഴാണ് തലയൊന്ന് ഉറയ്ക്കുന്നത് അല്ലെ. അതുവരെ നമ്മൾ അവിടെ തലയുടെ അവിടെ കൈ വെക്കണം, അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. പിന്നെ കുട്ടി നേരെ നോക്കാൻ തുടങ്ങുന്നതും കുറച്ച് ദിവസങ്ങൾ തുടങ്ങിയിട്ടാണ് അല്ലെ. ആ ഒരു നോട്ടം, ആ ഒരു വിഷൻ, അതൊരു ഫോക്കസ് ആവുന്നത്.
പിന്നെ അതുപോലെ തന്നെ നമ്മളെ നോക്കിച്ചിരിക്കുന്നതാവും, സോഷ്യൽ സ്മൈല് വരുന്നതും കുറെ കഴിഞ്ഞിട്ടാണ്. ഈ ഒരു മൂവ്മെന്റും സെൻസസ് യൂസ് ചെയ്തുള്ള ഡെവലപ്മെന്റുമാണ് ഈ ഒരു സ്റ്റേജിൽ ബർത്ത് തുടങ്ങി ഏജ് 2 വരെ സെൻസറി മോട്ടോർ സ്റ്റേജിൽ നടക്കുന്നത്. അവര് എപ്പോഴും തൊട്ട് നോക്കും, എന്ത് കയ്യിൽ കിട്ടിയാലും അവരത് ഇങ്ങനെ നിലത്തിട്ട് അടിച്ചു നോക്കും, കടിച്ചു നോക്കും. പിന്നെ എന്തെങ്കിലും ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അവർ അത് അക്നോളജ് ചെയ്യും, അങ്ങോട്ട് ശ്രദ്ധിക്കും. ഇതെല്ലാം അവരുടെ സെൻസസും എല്ലാം. പിന്നെ സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് കടിക്കും. അങ്ങനെയൊക്കെയുള്ള അത് അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, എയർലി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ചില സിംറ്റംസ് ആണ്. പക്ഷെ ആദ്യം തുടങ്ങുന്നത് അങ്ങനെയാണ്, സെൻസസും മോട്ടോർ ഡെവലപ്മെന്റും മൂവ്മെന്റ്സും വെച്ചിട്ടാണ്. ഒരു 6 മന്ത് ഉള്ള ഒരു ഇൻഫന്റിനെ വെച്ച് നോക്കുമ്പോൾ 24 മന്ത് ആവുമ്പോഴേക്കും ഡെവലപ്മെന്റ് പ്രോഗ്രസീവ് ആകും. അത് നമുക്കറിയാലോ. 6 മന്തിലുള്ളത് പോലെ ആയിരിക്കില്ല കുട്ടി 24 മന്ത്സ് ആകുമ്പോൾ. അപ്പോഴേക്കൊക്കെ നടന്ന് ആ ഒരു ബോഡി കൺട്രോൾ ഒക്കെ ഒരുവിധം ഒന്നായി വരും. മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ കമിഴ്ന്ന് വീഴുന്നു, പിന്നെ എഴയുന്നു, പിന്നെ ഇരിക്കുന്നു, പിന്നെ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കും, നടക്കാൻ നോക്കും, സ്റ്റെയർ കയറും. ഈ ഒരു ഡെവലപ്മെന്റ് എല്ലാം നടക്കുന്നത് ഈ ഒരു സമയത്താണ്. അതുകൊണ്ടാണ് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റേജ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. ഏജ് 2 വയസ്സ് തുടങ്ങി 7 വയസ്സ് വരെ. നമ്മുടെ പ്രീ സ്കൂൾ കാലഘട്ടം അല്ലെ തുടങ്ങുന്നത് ഈ ഒരു സ്റ്റേജിലാണ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. മോണ്ടിസോറി മെത്തേഡിലെ സ്കൂൾ കാലയളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെ. അപ്പൊ ആ ഒരു ഏജ് സ്പാൻ വരുന്നത് ഈ ഒരു സ്റ്റേജിലാണ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. അതൊരു കുട്ടിയുടെ എല്ലാ ഡെവലപ്മെന്റിന്റെ ഫൗണ്ടേഷൻ നല്ല സ്ട്രോങ് ആവുന്ന ഒരു സമയമാണ് ഈ ഒരു പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഫൗണ്ടേഷൻ നല്ല രീതിയിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കണ്ട, ആ കുട്ടിയുടെ ഡെവലപ്മെന്റ് നല്ല രീതിയിൽ നടക്കും. അതുകൊണ്ടാണ് ഡോക്ടർ മോണ്ടിസോറി 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഈ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ ചോദിക്കാം, 3 വയസ്സിന് മുമ്പ് എന്തുകൊണ്ട് മോണ്ടിസോറി അപ്ലൈ ചെയ്തില്ല എന്ന്. കാരണം 3 വയസ്സ് വരെയും കുട്ടിയുടെ മെമ്മറി, കാര്യം അബ്സോർബൻ മൈൻഡാണ്, കാണുന്നതും കേൾക്കുന്നതും എല്ലാം അങ്ങനെ വലിച്ചെടുക്കും, അബ്സോർബ് ചെയ്യും. പക്ഷെ അത് അൺകോൺഷ്യസ് മെമ്മറി ആയിരിക്കും, അതായത് ഓർമ്മകൾ ഉണ്ടാവില്ല. ബട്ട് ആഫ്റ്റർ 3 ഇയേഴ്സ് ഷാർപ്പ് മെമ്മറി ആയിരിക്കും. അതുകൊണ്ടാണ് 3 ഇയേഴ്സിന് ശേഷം കുട്ടികളെ നമ്മൾ, അല്ലെങ്കിൽ 2.5 വയസ്സിന് ശേഷം കുട്ടികളെ നമ്മൾ ഏതെങ്കിലും ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുന്നത്. ഓക്കെ, അപ്പൊ അതാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഏജ് വരുന്നത് 2 to 7. ഈ സമയത്ത് അവർക്ക് ഡ്രമാറ്റിക് പ്ലേ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതായത് ഇമിറ്റേറ്റ് ചെയ്ത് കളിക്കുക എന്നുള്ളത്. അച്ഛനും അമ്മയും എന്താ പറയുക, ഡോക്ടറും പേഷ്യന്റും, ഡോക്ടറും നഴ്സും ടീച്ചറും കുട്ടിയും, അങ്ങനെയുള്ള ഡ്രമാറ്റിക് പ്ലേയോട് അവർക്ക് ഇൻട്രസ്റ്റ് കൂടും. പിയാജെ പറയുന്നത്, ഇപ്പൊ കുട്ടിയെ പല കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് നമുക്ക് ഡ്രമാറ്റിക് പ്ലേ യൂസ് ചെയ്യാം. അതാണ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ എവിടെയെങ്കിലും ടീച്ചിങ് പ്രാക്ടീസിനോ ടീച്ചറായിട്ടോ ജോലി ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് ചൈൽഡ്ഹുഡിലെ ഹാബിറ്റ്സ് നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ അവർ വലുതാകുമ്പോഴും അതേ ഹാബിറ്റ്സ്, അപ്പൊ ഹെൽത്തി ഹാബിറ്റ്സ് ആണെങ്കിൽ അത് അവര് വലുതാവുമ്പോഴും അവരുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇവർക്ക് നല്ല രീതിയിൽ ഹെൽത്തി ഹാബിറ്റ്സ് ഇവരുടെ മുന്നിലേക്ക് കാണിക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും റോൾ പ്ലേയോ ഇനാക്ട് പ്ലേയോ ആക്ഷൻ സോങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് ആ മെസ്സേജ് എത്തും. കാരണം ഈ ഒരു പ്രായത്തിൽ അവർക്ക് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിനോട് ഭയങ്കര ഇഷ്ടമായിട്ട്. അതുകൊണ്ടാണ് മോണ്ടിസോറി മെത്തേഡ് കംപ്ലീറ്റ് ആയിട്ട് ആക്ടിവിറ്റി ഓറിയന്റഡ് ആയത്. ഇതെല്ലാം ഡോക്ടർ മോണ്ടിസോറി മനസ്സിലാക്കിയിട്ടാണ് ഈ പിയാജെയുടെ ഒബ്സർവേഷൻ, എറിക്സന്റെ, സിൻഡോസ്കി, സിഗ്മണ്ട് ഫ്രോയിഡ്, ഇവരുടെ ബ്രൂണർ, ഇവരുടെയൊക്കെ ഒബ്സർവേഷൻ മനസ്സിലാക്കി തന്നെയാണ് നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് റിസർച്ച് ചെയ്ത് സ്റ്റഡി ചെയ്തിട്ടാണ് ഡോക്ടർ മോണ്ടിസോറി ഈ ഒരു മെത്തേഡ് ഡിസൈൻ ചെയ്തത്. ഊഹിക്കാം, പല പുതിയ കാര്യങ്ങൾ വരുന്നത് കുറെ നാളുകൾ കഴിയുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും, കാലഹരണപ്പെട്ടു പോകും. പക്ഷെ മോണ്ടിസോറി മെത്തേഡിന് അത് പോപ്പുലർ ആകുകയേ ചെയ്തിട്ടുള്ളൂ, കൂടുതൽ പോപ്പുലർ ആവുകയാണ് ചെയ്തത്. അപ്പൊ അതിന് അത്രയും റിസൾട്ട് ഉള്ളത് കൊണ്ടാണല്ലോ അത് കൂടുതൽ പോപ്പുലർ ആയത്. വേൾഡ് വൈഡ് അതിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നു എന്നല്ലാതെ അത് ആ ഒരു സോഷ്യൽ കൾച്ചർ അനുസരിച്ചുള്ള മാറ്റം. നമ്മൾ തന്നെ നമ്മുടെ കുട്ടിയെ മോണ്ടിസോറി സ്കൂളിൽ കൊണ്ട് ചേർത്ത് നമ്മൾ തന്നെ ചിലപ്പോൾ ഡിമാൻഡ് ചെയ്യും, റിക്വസ്റ്റ് ചെയ്യും, കുട്ടിക്ക് എന്തെങ്കിലും ഹോംവർക്ക് കൊടുത്തു വിടൂ, എന്ന് എഴുതിപ്പിക്കൂ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്.
അപ്പൊ അതിനനുസരിച്ച് അവര്, കാരണം പാരന്റ്സിന്റെയും കൂടെ ഒരു ഇത് മാനിച്ച് അവരതിനനുസരിച്ചാണ് പല സ്കൂളുകളും ചില ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തുന്നത്. എന്നാലും ബേസിക്കലി അവർ ഫോളോ ചെയ്യുന്നത് ഓതന്റിക് ആയിട്ടുള്ള മോണ്ടിസോറി മെത്തേഡാണ്. അതിന്റെ ഒരു ഡിഫറൻസ് ഞാൻ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. 2 രീതിയിലാണ് കോഴ്സ് പ്രൊവൈഡ് ചെയ്ത് പോകുന്നത്. AMIയും അതുപോലെ തന്നെ MMIയും. AMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസോസിയേഷൻ മോണ്ടിസോറി ഇന്റർനാഷണൽ. അത് ഡോക്ടർ മോണ്ടിസോറിയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഡെൻമാർക്കിലാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ സൗത്ത് അമേരിക്ക എന്ന് കൊടുത്തിരിക്കുന്നത് ഡെൻമാർക്കാണ്. അടുത്ത പാർട്ട് 3 അതുണ്ട്. അതുപോലെ തന്നെ MMI എന്ന് പറഞ്ഞാൽ മോഡേൺ മോണ്ടിസോറി ഇന്റർനാഷണൽ എന്നുള്ള രീതിയിലാണ് MMI. രണ്ടും ഫോക്കസ് ചെയ്യുന്നത് ചൈൽഡ് ഡെവലപ്മെന്റ് തന്നെയാണ്. പക്ഷെ AMI എന്ന് പറയുന്നത് ഓതന്റിക് ആയിട്ടുള്ള മോണ്ടിസോറി മെത്തേഡ്. നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മൾ ഇവിടുന്ന് ക്ലാസ് തരുന്നത് AMIയെ ഫോക്കസ് ചെയ്തിട്ടാണ്. അതായത് മോണ്ടിസോറി മെത്തേഡ് ഓതന്റിക് ആയിട്ട് തന്നെ നമ്മൾ തരും. പക്ഷെ ബാക്കി പോർഷൻസ് അപ്ഡേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മൾ തുടങ്ങി ഇപ്പൊ ഫസ്റ്റ് പാർട്ടിൽ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ആയിരുന്നു പഠിച്ചത് അല്ലെ. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനിൽ നമുക്ക് കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്കറിയാം വാക്സിനേഷൻ, ഇമ്മ്യൂണൈസേഷന്റെ ടേബിള് അതിൽ കൊടുത്തിരിക്കുന്നതല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് ഓരോ വർഷം കഴിയുന്നവരും മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലെ. പുതിയ വാക്സിൻ അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതൊക്കെ നമ്മൾ അപ്ഡേറ്റഡ് ആക്കിയിട്ടുണ്ട്. പക്ഷെ മെത്തേഡ് ഡോക്ടർ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത അതേ മെത്തേഡാണ് നമ്മൾ അതിൽ പഠിപ്പിക്കുന്നത്. ക്ലിയർ ആയോ? ഡിഫറൻസ് മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഓതന്റിക് മെത്തേഡ് തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പിന്നെ MMI എന്ന് പറയുമ്പോൾ മോഡേൺ മോണ്ടിസോറി ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ ഒരു മോണ്ടിസോറി മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുന്നു, പക്ഷേ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതാണ് ചില സ്കൂളുകളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് മോണ്ടിസോറി മെറ്റീരിയൽസ് മാത്രമല്ല അവിടെ കാണുന്നത്. അവിടെ വേറെയും മെറ്റീരിയൽസ്, പ്ലാസ്റ്റിക് കൊണ്ടുള്ള മെറ്റീരിയൽസ്, അങ്ങനെ വേറെയും പല മെറ്റീരിയൽസ് കാണും. പിന്നെ ടീച്ചിങ് മെത്തഡോളജിയും കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഒതന്റിക് ആയിട്ടുള്ള മോണ്ടിസോറി മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. പിന്നെ അമേരിക്ക, US പോലുള്ള രാജ്യങ്ങൾ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും ഒരു ഡോമിനേറ്റിംഗ് കൺട്രി ആണല്ലേ US. അവരുടേതായിട്ടുള്ള ഒരു യുണീക് സ്റ്റൈൽ അവരെല്ലാത്തിലും കൊണ്ടുവരും. അപ്പോൾ അമേരിക്ക അവരുടേതായിട്ടുള്ള ഒരു മോണ്ടിസോറി മെത്തേഡ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. AMS എന്നാണെന്ന് തോന്നുന്നു എനിക്ക് അതിന്റെ പേര്. അസോസിയേഷൻ മോണ്ടിസോറി അങ്ങനെ എന്തോ സിസ്റ്റോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അമേരിക്കയ്ക്ക് മാത്രമായിട്ടൊരു മോണ്ടിസോറി മെത്തേഡ് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫണ്ടമെന്റൽസ് എല്ലാം ഡോക്ടർ മോണ്ടിസോറി ഡിസൈൻ ചെയ്തത് തന്നെ. ചില കൺട്രീസ് എല്ലാം പ്യുവർ ആയിട്ട് അത് തന്നെ ഫോളോ ചെയ്യുന്നു. ചിലര് അവരുടേതായ രീതികൾ അതിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തുന്നു. അത്രേ ഉള്ളൂ. അതാണ് ഈ AMIയും MMIയും തമ്മിലുള്ള ഡിഫറൻസ്. ഇൻ എഫക്ട് എല്ലാം ഫോക്കസ് ചെയ്യുന്നത് ചൈൽഡ് ഡെവലപ്മെന്റിൽ തന്നെയാണ്. നമ്മളുടെ ഗവൺമെന്റ് സ്കൂളും മാനേജ്മെന്റ് സ്കൂളും തമ്മിലൊരു ഡിഫറൻസ് ഇല്ലേ. ഗവൺമെന്റ് സ്കൂളിൽ എന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഭയങ്കരമാണ്. ഗവൺമെന്റിന്റെ നോംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചാണ് അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതേസമയം മാനേജ്മെന്റ് സ്കൂൾ ആകുമ്പോൾ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. മാനേജ്മെന്റിന് തീരുമാനിക്കാം എന്തൊക്കെ ആക്ടിവിറ്റീസ് അവിടെ നടപ്പാക്കണം ആ രീതി. അതുപോലെ തന്നെ AMIയില് ഓതന്റിക് മോണ്ടിസോറി മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ MMIയില് മോഡേൺ അപ്രോച്ച് കുറെ അപ്ഡേറ്റഡ് ആക്കും. ഇൻ എഫക്ട് രണ്ടും ഫോക്കസ് ചെയ്യുന്നത് ചൈൽഡ് ഡെവലപ്മെന്റിൽ. പിയാജെയുടെ സെക്കൻഡ് സ്റ്റേജ് ആണ് നമ്മൾ പറഞ്ഞത്. അതായത് നമ്മുടെ കുട്ടികള് പ്രീ സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു പ്രായം, ആ ഒരു ഏജ് സ്പാൻ വരുന്ന സ്റ്റേജ് 2 to 7 years ആണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പിയാജെ പറയുന്നത്. അപ്പൊ ഡ്രാമാറ്റിക് പ്ലേ ഒക്കെയാണ് ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് ഇഷ്ടം. അപ്പൊ അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള കാര്യത്തിലൂടെ അവരെ അവയർനെസ് കൊടുക്കണം എന്നാണ് പിയാജെ പറയുന്നത്. ഡോക്ടർ മോണ്ടിസോറി പറയുന്നത് കുട്ടികളെ റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ ഈ ഡ്രാമാറ്റിക് പ്ലേ ഒക്കെ റിയൽ ഇൻസിഡൻസ് ആയിട്ട് ചേർത്ത് ചെയ്യുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇല്ലാത്ത കാര്യങ്ങളെ ആയിട്ട് അവരെ ഡ്രാമാറ്റിക് പ്ലേയിൽ കൊണ്ടുവരുന്നുള്ള രീതിയിൽ പറയും. ഓക്കെ, അതാണ് സെക്കൻഡ് സ്റ്റേജ് വരുന്നത്. അപ്പൊ ഈ 3 to 6 years മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻ നമ്മൾ പാർട്ട് 3 നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇനി കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, അത് ഏജ് 7 തുടങ്ങി 11 years വരെയാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്, തൊട്ട് നോക്കാൻ പറ്റുന്നത്, ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആണ് കോൺക്രീറ്റ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികൾക്ക് ഈ സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്ത് ടച്ച് ചെയ്ത് അങ്ങനെയൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് കൂടുതലായിരിക്കും. ഈ ഒരു പ്രായം കഴിയുമ്പോഴാണ് അതിൽ നിന്ന് അവരോട് അസ്യൂം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അതായത് ഇപ്പൊ നമ്മള് കുട്ടികളെ മാത്സ് പഠിപ്പിക്കുമ്പോൾ സബ്ട്രാക്ഷൻ പഠിപ്പിക്കുന്നു, ടേക്ക് അവേ
ആണല്ലോ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത്, കുറഞ്ഞു വരുവാണല്ലോ. അതൊക്കെ അസ്യൂം ചെയ്യാൻ അവർക്ക് പാടായിരിക്കും, കാരണം അത് കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ അവർക്ക് അറിയുള്ളൂ. അപ്പൊ നമ്മൾ കുട്ടിയുടെ കയ്യിൽ ഒരു 10 ചോക്ലേറ്റ്സ് കൊടുത്തിട്ട് കുട്ടിയുടെ ഫ്രണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് 3 ചോക്ലേറ്റ്സ് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ ചോക്ലേറ്റ്സ് കൗണ്ട് ചെയ്ത് 3 ചോക്ലേറ്റ്സ് കൊടുക്കും. അപ്പൊ ബാലൻസ് എത്രയുണ്ടെന്ന് ചോദിച്ചാൽ ബാലൻസ് ഉള്ളത് കൗണ്ട് ചെയ്ത് നോക്കി അവർ ആൻസർ ചെയ്യും. അല്ലാതെ മനസ്സിൽ അവരോട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൺഫ്യൂസ്ഡ് ആയി. ഈ ഒരു ഏജില് അടുത്ത ഏജിലേക്ക് വരുമ്പോൾ അവർക്ക് അങ്ങനെ അസ്യൂം ചെയ്ത് അബ്സ്ട്രാക്ട് ഐഡിയാസ് വെച്ചിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് പിയാഷെ ഓരോരോ സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്തത്. ഫസ്റ്റ് സ്റ്റേജില് സെൻസസും മോട്ടർ ഡെവലപ്മെന്റും വെച്ചിട്ടാണ് കുട്ടിയുടെ ബുദ്ധിയെ പിയാഷെ പറഞ്ഞത്. സെക്കൻഡ് സ്റ്റേജില് കുട്ടി പല ഡ്രമാറ്റിക് പ്ലേയിലൂടെ പല കാര്യങ്ങളും കുട്ടി മനസ്സിലാക്കുന്നു. അപ്പൊ പല കാര്യങ്ങളും കുട്ടിയിലേക്ക് കൊടുക്കാൻ നമ്മൾക്ക് അങ്ങനെയുള്ള ഡ്രമാറ്റിക് പ്ലേയോ ആക്ടിവിറ്റീസോ യൂസ് ചെയ്യാമെന്ന് പിയാഷെ പറഞ്ഞു. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് വന്നപ്പോൾ 7 to 11 years, ആ ഒരു സമയത്ത് എലമെന്ററി സ്കൂളിൽ പോകുന്ന ഒരു പ്രായം അല്ലെ. അതായത് നമ്മള് 7 to 11 years എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ 5, 6, 7 ആ ക്ലാസ്സുകളിലൊക്കെ ആയിരിക്കും LP സെഷൻ നമ്മുടെ വരുന്നത്. ഇവർക്ക് ടാൻജിബിൾ ആയിട്ടുള്ള കാണാൻ പറ്റുന്നതും കേൾക്കാൻ പറ്റുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലാകും. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ കുട്ടിക്ക് നമുക്ക് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കൊടുക്കാനായിട്ട് പറ്റും. മാത്സിനെ ബേസ് ചെയ്തിട്ടോ പിയാഷെ എല്ലാ അനാലിസിസും പറഞ്ഞത്. ഏതെങ്കിലും ഒരു നമ്പറിന്റെ കൂടെ ഒന്നും ആഡ് ചെയ്താതിരുന്നാൽ ആൻസർ എന്താണ്, അപ്പൊ ആ സെയിം നമ്പർ തന്നെയായിരിക്കും. ഏതെങ്കിലും നമ്പറിൽ നിന്നും എന്താ പറയാ നത്തിങ് ടേക്ക് അവേ ചെയ്ത, അതായത് അതിൽ നിന്നും ഒരു നമ്പർ മാറ്റിയില്ലെങ്കിൽ എന്തായിരിക്കും, കുറച്ചില്ലെങ്കിൽ എന്തായിരിക്കും, അങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ഈ ഒരു ഏജിൽ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റും എന്നാണ് പിയാഷെ പറഞ്ഞത്. വായിക്കാനാണെങ്കിൽ കുറെ ഉണ്ട്. BEd പഠിക്കുന്നവർക്ക് ഈ ഒരു അവർക്ക് നല്ല നോട്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും. നമ്മളിത് മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റേജ്, 4ാമത്തെ സ്റ്റേജ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഈ ഒരു സമയത്ത് അബ്സ്ട്രാക്ട് ഐഡിയാസ് ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ട് അവരിൽ വരിക. ഒന്ന് കാണാനും കേൾക്കാനും അങ്ങനെ ഇല്ലെങ്കിൽ പോലും അവർ അസ്യൂം ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാവും. ഒരു പ്രത്യേക ഒരു സിറ്റുവേഷൻ നമ്മുടെ നാട്ടിലുണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യും, അങ്ങനെയുള്ള രീതിയിലൊക്കെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യുക. അതായത് ഇപ്പൊ മഴ പെയ്യാതിരുന്നാൽ എന്ത് സംഭവിക്കും, വെള്ളം നിന്നു പോയാൽ എന്ത് സംഭവിക്കും, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അവർ അവരുടേതായ ഐഡിയയിൽ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പ്രായമാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അബ്സ്ട്രാക്ട് ഐഡിയാസ് ഒക്കെ അവർക്ക് മനസ്സിലാകും. ഇല്ലാത്ത കാര്യങ്ങൾ അസ്യൂം ചെയ്ത് കണ്ടുപിടിക്കാനൊക്കെ അവർക്ക് മനസ്സിലാവും. ഏജ് 11 and beyond ആണ് ഈ ഒരു പ്രായം. കുട്ടിക്ക് റീസണിങ്, അനാലിസിസ്, അങ്ങനെ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നു. ഒരു കാര്യം ഇതിനകത്ത് കണക്ട് ചെയ്ത് ഞാൻ പറയണമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോ ഗ്യാസിന്റെ ഒരു സ്കേഴ്സിറ്റി അനുഭവിക്കാൻ അതിന്റെ ഒരു സ്റ്റേജിലേക്ക് പോയിരിക്കുകയാണല്ലോ. അപ്പൊ ഇങ്ങനെ കുട്ടികളോട് നമ്മള് ഇപ്പൊ ഓയിൽ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു, മഴ പെയ്യാതിരുന്നാൽ എന്ത് സംഭവിക്കുമായിരുന്നു, പലർക്കും പല പല ഒപ്പീനിയൻസും അവരുടെ ഒബ്സർവേഷൻസും നമുക്ക് നല്ല രീതിയിൽ കാണാനായിട്ട് പറ്റും. പിന്നെ സ്കൂളുകളിൽ കോമ്പറ്റീഷൻ നടത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ചെറിയ കുട്ടികൾക്ക് ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ ആണെന്ന് വിചാരിക്കുക. ഏറ്റവും ചെറിയ കുട്ടികൾക്ക്, അതായത് KG സെഷനിലെ കുട്ടികൾക്ക് എന്തായിരിക്കും ഡ്രോയിങ് കോമ്പറ്റീഷനായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്, ഒരു പിക്ചർ കൊടുത്തിട്ട് ക്രയോൺസ് വെച്ച് കളർ ചെയ്യാനായിരിക്കും. കളറിങ് ആയിരിക്കും അവർക്കുണ്ട്. കുറച്ചുകൂടെ ഹയർ ക്ലാസ്സിലാകുമ്പോൾ ഒരു തീം കൊടുത്തിട്ട്, അതായത് ഇപ്പൊ ഈ ഒരു ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആ ഒരു ഏജിലൊക്കെയുള്ള കുട്ടികൾക്ക് ഒരു തീം കൊടുക്കും. തീം കൊടുത്തിട്ട് പിക്ചർ വരച്ച് അത് കളർ ചെയ്യാനായിട്ട് പറയും. ഇപ്പൊ ഒരു സൺസെറ്റ്, അങ്ങനെ ഒരു തീമാണെങ്കിൽ അങ്ങനെ അവിടെ അവരപ്പോ ഇമാജിൻ ചെയ്ത് അവർ ആ പിക്ചർ വരച്ചിട്ട് കളർ ചെയ്യാണ്. സ്കൂൾ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഓരോ കുട്ടികൾക്കും കൊടുക്കുന്ന കോമ്പറ്റീഷന്റെ ഒരു ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഈ 4 സ്റ്റേജസ് ആണ് പിയാഷെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അനാലിസിസില്. അദ്ദേഹത്തിന്റെ തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്നാണ് അത് അറിഞ്ഞത്. ബ്രൂണറുടെ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നമ്മൾ പറഞ്ഞു. ബ്രൂണറുടെ സ്റ്റേജസിൽ നമ്മൾ എന്തെല്ലാമായിരുന്നു പറഞ്ഞത് ആദ്യം?
ഇനാക്റ്റീവ് ഏജും അതുപോലെ തന്നെ സിംബോളിക് സ്റ്റേജും പിന്നെ ഐക്കോണിക് അല്ലെ. ഇത്രയും 3 സ്റ്റേജസ് ആണ് ബ്രൂണറുടെ കാര്യം പറഞ്ഞത്. ഈ 3 സ്റ്റേജ് ഞാൻ ഏജ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഓർമ്മയുണ്ടോ? ഇനാക്റ്റീവ് സ്റ്റേജ് ബർത്ത് തുടങ്ങി 1 വയസ്സ് വരെയും അല്ലെ ഇനാക്റ്റീവ് സ്റ്റേജ് വന്നത്. അത് കുട്ടിയുടെ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. പിയാജെ എന്താ പറഞ്ഞത്? ബർത്ത് തുടങ്ങി 2 വയസ്സ് വരെ സെൻസറി മോട്ടോർ സ്റ്റേജ് ആയിരുന്നു. സെൻസസും മൂവ്മെന്റ്സും. സെൻസസ് യൂസ് ചെയ്ത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നു, മൂവ് ചെയ്യുന്നു, അവരുടെ ബോഡി മൂവ്മെന്റ്സിലൂടെ. അതും കോഗ്നിറ്റീവ് ഡെവലപ്മെന്റുമായിട്ട് കണക്ട് ചെയ്യും. അതായത് പല കളിക്കുന്നത്, അവരുടെ ടോയ്സ് എടുക്കുന്നത്, ഇതെല്ലാം ഇനാക്റ്റീവ് സ്റ്റേജിൽ ബ്രൂണർ പറഞ്ഞു. മൂവ്മെന്റ്, മോട്ടോർ റെസ്പോൺസ് ആണ് വരുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഐക്കോണിക് സ്റ്റേജ് പറഞ്ഞു. അത് 1 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെയുള്ള കാര്യമായിരുന്നു ബ്രൂണർ പറഞ്ഞത്. വേണമെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു, കാരണം അതിനകത്ത് ഏജ് കൊടുത്തിട്ടില്ല. അവർ കാണുന്ന ഇമേജസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അതിൽ നിന്നാണ് അവർ ഓരോ ഐഡിയ കിട്ടുന്നത്. അപ്പൊ പിയാജെ അവിടെ പറഞ്ഞത് ഡ്രമാറ്റിക് പ്ലേ ആയിരുന്നു. അത് കാണാൻ പറ്റുന്നത്, കാണാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ മനസ്സിലാക്കി അവരെ ഡ്രമാറ്റിക് പ്ലേയിലൂടെ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നു. അപ്പൊ ഡ്രമാറ്റിക് പ്ലേയിലൂടെ കുട്ടികൾക്ക് പല അവയർനെസ്സും കൊടുക്കാം എന്ന് പിയാജെ പറഞ്ഞു. നെക്സ്റ്റ് സിംബോളിക് സ്റ്റേജ് ഏജ് 7+ ആയിരുന്നു. അത് ഒരു പല അബ്സ്ട്രാക്ട് ഐഡിയാസ്. അപ്പൊ പല കുട്ടികൾക്ക് അത് യുണീക് വേയിലായിരിക്കും, ഒരേപോലെ ആയിരിക്കില്ല കുട്ടികൾക്ക് ഈ അബ്സ്ട്രാക്ട് ഐഡിയ വരുന്നത്. അവരുടെ മനസ്സിൽ തോന്നുന്ന ആ ഒരു ഇമേജും എല്ലാം വെച്ചിട്ടാണ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ലാംഗ്വേജ്, പിന്നെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള അനാലിസിസ്, ഇതെല്ലാം ഈ സമയത്ത് ഡെവലപ്പ് ചെയ്യുന്നു. പിയാജെ അത് അവിടെ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലായിരുന്നു അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ അദ്ദേഹം കുട്ടികൾക്ക് ഇല്ലാത്തൊരു കാര്യം അസ്യൂം ചെയ്ത് കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് എന്താണ്, ഇമ്പാക്ട് എന്തായിരിക്കും എന്നൊക്കെ പറയാനായിട്ടുള്ള കഴിവ് ഉണ്ടാവുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കഴിവിനെ അനലൈസ് ചെയ്തിട്ടാണ് ഓരോ കുട്ടിയുടെയും കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഏത് ലെവലിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് പിയാജെ പറഞ്ഞു. ബ്രൂണർ 3 മോഡ്സ് ഓഫ് റെപ്രസെന്റേഷൻ പറഞ്ഞു. പിയാജെ അത് 4 സ്റ്റേജ് ആയിട്ട് പറഞ്ഞു. അത് ഏജ് വൈസ് തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. ഇവരൊക്കെ പറഞ്ഞത് തമ്മിൽ ഏകദേശം ഒരു കണക്ഷൻ, ഒരേപോലെ രീതിയിൽ തന്നെയാണ് ചൈൽഡ് ഡെവലപ്മെന്റിനെ പറ്റി അവർ പറഞ്ഞു. നെക്സ്റ്റ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളജ്, ഇന്റലിജൻസ്, അത് തന്നെയാണ്. സോ അടുത്തത് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എറിക്സണിലേക്ക് പോവാം. എല്ലാവരും ഒരുമിച്ച് അങ്ങ് കൊടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ഇത് കിട്ടില്ല. ഇപ്പൊ ബ്രൂണറുടെയും പിയാജെയുടെയും നമ്മളൊന്ന് കമ്പയർ ചെയ്തു. ഈ എറിക്സണിന്റെയും വിറ്റോസ്കിയുടെയും വരുമ്പോൾ നമ്മള് പ്രീവിയസ് പറഞ്ഞ ബ്രൂണറുടെയും പിയാജെയുമായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് പോകാം. ഇതൊന്ന് ആരെങ്കിലും റീഡ് ചെയ്യാമോ? ആ ഫസ്റ്റ് പാരഗ്രാഫും താഴെ മേജർ ഡെവലപ്മെന്റ് ചേഞ്ചസും പറഞ്ഞിട്ട് 5 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. യെസ്. Yes, ma'am. Intellectual development. During later childhood, children enter into Piaget's concrete operational stage of creative development. They begin to think logically but are unable to think in abstract terms. Children develop powers of observation, attention, reasoning, and abstract thinking. They can focus on more than one aspect of a situation and can universally experience what happens around them. The major development changes of cognitive ability during this period, they are: 1. During the basic school period, the child's ability to consume information and accumulate ideas increases and his memory becomes more efficient. Second one, his capacity to generalize as well as ability for logical thinking increases. Third one, the child becomes more efficient in selecting, developing
and applying cognitive operations in relation to material objects. Fourth one, at this age, the child tends to live in a world of make-believe of which he himself is the creator. Fifth one, children become increasingly concerned with the cause and effect relationship in physical and natural phenomena in the environment. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ പിയാജെയുടെ സ്റ്റേജസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അല്ലെ. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ക്രിയേറ്റീവ് ഡെവലപ്മെന്റ്, ക്രിയേറ്റിവിറ്റി നമ്മൾ കണ്ടിട്ടുണ്ടാവും. കുട്ടിക്ക് ഒരു ടോയ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അത് വെച്ചൊക്കെ അതുപോലെയൊക്കെ കളിക്കും. കുറച്ച് കഴിയുമ്പോൾ അത് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അവന്റേതായ രീതിയിൽ, അതാണ് ക്രിയേറ്റിവിറ്റി അവിടെ ഡെവലപ്പ് ആകുന്നത്. അതെല്ലാം ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റുമായിട്ട് കണക്റ്റഡ് ആണ്. ബുദ്ധിവികാസവുമായിട്ട് കണക്റ്റഡ് ആണ് ക്രിയാത്മകത, ക്രിയേറ്റിവിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഈ ഒരു ഏജിലെ കുട്ടികൾക്ക് കൊടുക്കണം. ചെറിയ ക്ലാസ്സുകളിൽ ക്രിയേറ്റിവിറ്റി സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയൊക്കെ പറഞ്ഞ ഇപ്പൊ ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് പല ആക്ടിവിറ്റീസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ്സിലാണോ പറഞ്ഞത് എനിക്കറിയില്ല. ഏതോ ഒരു ഗവൺമെന്റ് സ്കൂളിൽ ചെന്നപ്പോ അവിടെ കുറെ ഇടങ്ങളായിട്ട്, ഏരിയ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഗണിത ഇടം, ഭാഷാ ഇടം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഏരിയ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പിന്നെ ഡ്രോയിങ്ങിന് ഓരോന്ന് അങ്ങനെ. അപ്പൊ അവിടെ എല്ലാം ഇവർക്ക് ആക്ടിവിറ്റീസ് ആണ്. ഡോക്ടർ മോണ്ടിസോറിയും അങ്ങനെ തന്നെയാണ് ചെയ്തത്. ക്ലാസ് റൂം ആയിട്ടൊന്നുമില്ല, അവർ ഓരോ ഏരിയ ആയിട്ട് തിരിച്ചു. അവർ മെയിൻ ആയിട്ടും 5 ഏരിയ ആയിട്ടാണ് തിരിച്ചത്. കുട്ടികളുടെ സെൻസസും ബാക്കി പൊട്ടൻഷ്യലും എല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ച് 5 ഏരിയാസ്, അതിൽ കൂടെ കുട്ടികള് ഈ ഓരോ ഏരിയയിലും ഓരോ ആക്ടിവിറ്റിയാണ്. ഓരോ ആക്ടിവിറ്റീസിലൂടെ കുട്ടികൾ പല കാര്യങ്ങളും പഠിക്കണം. അതായത് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണം, മാത്തമാറ്റിക്കൽ സ്കിൽ ഡെവലപ്പ് ചെയ്യണം, അതുപോലെ തന്നെ അവർക്ക് ലൈഫ് സ്കിൽ ഡെവലപ്പ് ചെയ്യണം. ആ ഒരു രീതിയിലൊക്കെയാണ് ഡോക്ടർ മോണ്ടിസോറി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലൈഫ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണലി കുറെ കാര്യങ്ങൾ, ഒരു പേഴ്സണൽ കെയർ എന്നൊക്കെ പറയുന്ന കാര്യമുണ്ടല്ലോ, കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ. ഡ്രസ്സ് ചെയ്യാനും അൺഡ്രസ് ചെയ്യാനും, അതുപോലെ തന്നെ ക്ലോത്ത്സ് ഫോൾഡ് ചെയ്ത് വെക്കാനും, പിന്നെ ക്ലീൻ ചെയ്യാനും, മോപ്പ് ചെയ്യാനും എല്ലാം, ഇതെല്ലാം പ്രാക്ടിക്കൽ ലൈഫ് സ്കിൽസ് ആണ്. ഇതെല്ലാം കുട്ടികൾ ആ ഒരു എൻവയോൺമെന്റിൽ നിന്ന് പഠിക്കും. ഈ ഒരു ഏജിൽ അവരുടെ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ആകും. അത് കഴിഞ്ഞിട്ട് അവർ ലോജിക്കലി ചിന്തിക്കാനായിട്ട് തുടങ്ങും. പക്ഷെ ഇനീഷ്യലി ഒക്കെ ലോജിക്കലി ചിന്തിക്കുന്നതൊന്നും കറക്റ്റ് ആണെന്നില്ല. ഏജ് കൂടുന്നതിനനുസരിച്ച് അവരുടെ ലോജിക്കൽ തിങ്കിങ് കറക്റ്റ് ആകും. അബ്സ്ട്രാക്ട് ഐഡിയാസ്, കാണാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ കൂടിയും അവർക്കത് ആലോചിച്ച് മനസ്സിലാക്കി റീസണിങ് ചെയ്യാനായിട്ട് പറ്റും, അതിനെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്, അതിൽ നിന്നും പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഓരോരോ സ്റ്റേജ് ആയിട്ട് ഇവർക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളിൽ പവർ ഓഫ് ഒബ്സർവേഷൻ, അവർ ശ്രദ്ധിക്കും. അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണെങ്കിൽ അവർ നല്ലപോലെ ശ്രദ്ധിക്കും. അറ്റൻഷൻ, അതുപോലെ തന്നെ റീസണിങ്, അബ്സ്ട്രാക്ട് തിങ്കിങ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നു ഈ സമയത്ത്. പിന്നെ അവർ പല കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. പിന്നെ അവർ എക്സ്പ്ലോർ ചെയ്യുന്നു, ചുറ്റുമുള്ള വേൾഡുമായിട്ട് കണക്ട് ചെയ്ത് അവർ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇതൊക്കെയാണ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് വരുന്നത്. നമ്മളൊരു കുട്ടിയെ വീടിനകത്ത് നിന്ന് പുറത്തിറക്കാതെ അകത്ത് അടച്ചു പൂട്ടിയിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലൊന്നും കുട്ടിക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. കുട്ടിയുടെ ലാംഗ്വേജ് തന്നെ മുരടിച്ചു പോയിട്ടുണ്ടാവും. കാരണം ആളുകളെ കാണുന്നില്ല, സംസാരിക്കുന്നില്ല. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഷൈ ആയിരിക്കും, ഒളിച്ചിരിക്കും. അപ്പൊ അവർക്ക് സോഷ്യലൈസ് ചെയ്യുന്ന സോഷ്യൽ ഡെവലപ്മെന്റ് കറക്റ്റ് ആയിട്ടില്ല. പലപ്പോഴും ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. പേടിപ്പിച്ചൊക്കെ ഇങ്ങനെ ഒരു മൂലയിലാക്കി അങ്ങനെയൊക്കെ എത്തുന്ന കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റില്ല, മാനേജ് ചെയ്യാനായിട്ട് പറ്റാതെ വരും. അപ്പൊ അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ശരിക്കും പുറം ലോകവുമായിട്ട് കണക്ട് ചെയ്യണം. ഡോക്ടർ മോണ്ടിസോറിയും അത് തന്നെയാണ് പറഞ്ഞത്. നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുക, സറൗണ്ടിങ്സുമായിട്ട് കണക്ട് ചെയ്യുക, എൻവയോൺമെന്റിലുള്ള കാര്യങ്ങളെല്ലാം കുട്ടിയുടെ സെൻസസ് യൂസ് ചെയ്ത് മനസ്സിലാക്കട്ടെ എന്നായിരുന്നു ഡോക്ടർ മോണ്ടിസോറി പറഞ്ഞത്. അതുകൊണ്ടാണ് മോണ്ടിസോറി സ്കൂളുകളിൽ, പ്യുവർ മോണ്ടിസോറി സ്കൂളുകളിൽ ക്ലാസ് റൂമുകൾ ഇല്ലാത്തത്. അവിടെ വരാന്തയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. വരാന്തയിലേക്ക് ഇറങ്ങി കുട്ടിക്ക് പുറം ലോകവുമായിട്ട് കണക്റ്റഡ് ആകാനായിട്ടുള്ള എല്ലാ അവസരങ്ങളും അവിടെയുണ്ട്. മണ്ണിനെ അറിയാനും വെള്ളത്തിൽ കളിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കോഗ്നിറ്റീവ്, അതായത് ബുദ്ധിയുടെ ഈ ഒരു ചേഞ്ചസ്, ആ ഒരു ഡെവലപ്മെന്റ് അതെങ്ങനെയെല്ലാം നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ നമ്മൾ എന്തായാലും കുട്ടികളെ സ്കൂളിൽ ചേർക്കുമ്പോൾ നമ്മളുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നല്ലൊരു സ്കൂൾ നോക്കി പോകും അല്ലെങ്കിൽ
അപ്പൊ കാരണം കുട്ടി നല്ല രീതിയിൽ അവിടെ നിന്ന് ഇൻഫർമേഷൻസ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം. ആ ഒരു രീതിയിൽ അത് മനസ്സിലാക്കി ഐഡിയാസ് ഒക്കെ നമ്മൾ എന്താ ഒരു ഇൻഫർമേഷൻസും സാധാരണ എങ്ങനെയാ ചെയ്യുന്നത്, എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കി നോളജ് ആക്കി വെക്കും. അങ്ങനെയാണ് നമ്മളത് കൺസ്യൂം ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇങ്ങനെ ചെവിക്കൂടെ പോയി മറ്റേ ചെവിക്കൂടെ പോകരുത്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കി നോളജ് ആക്കി വെക്കണമെങ്കിൽ കുട്ടിക്ക് കൊടുക്കേണ്ട ആക്ടിവിറ്റീസും കാര്യങ്ങളും അതുപോലെ ഇൻട്രസ്റ്റഡ് ആയിരിക്കണം. അതാണ് ഡോക്ടർ മറിയം മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു പ്രത്യേകത. അപ്പൊ നല്ല ഷാർപ്പ് മെമ്മറി ആയിട്ട് മാറും. നല്ല ഇഷ്ടമുള്ള കാര്യമായത് ഇഷ്ടമുള്ള രീതിയിൽ അത് ചെയ്യാനായിട്ട് നമ്മൾ പറയില്ലേ, ഇഷ്ടപ്പെട്ട് പഠിക്കുക എന്നുള്ള ഒരു രീതി, ഇഷ്ടപ്പെട്ട് പഠിക്കുക. ലോജിക്കൽ തിങ്കിങ് കൂടുന്നു. പിന്നെ കുട്ടി പല എഫിഷ്യൻസി, അതിന്റെ കഴിവുകളെല്ലാം കൂടുതൽ ഡെവലപ്പ് ചെയ്ത് വരുവാണ്. അത് നമ്മൾ നല്ല രീതിയിൽ കുട്ടിയെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുട്ടികളാണെങ്കിൽ അവൻ അവൻ്റെതായ ഒരു ലോകത്തില് ഒരു മാസ്റ്റർ ആയിരിക്കും. ഈ ഒരു സമയത്ത് അവൻ്റെതായ കുറെ റൂൾസ് ഉണ്ടായിരിക്കും. പല കാര്യങ്ങളുടെയും ഒരു സെൽഫ് കൺട്രോൾ അവനിലുണ്ടാകും. അവൻ്റെതായ ഒരു ലോകത്ത് തന്നെ ഇരുന്ന് സംസാരിക്കുന്നത് നമുക്ക് കാണാം, ചില കാര്യങ്ങൾ ചെയ്യുന്നത് കാണാം തന്നെ. അപ്പൊ അവൻ്റെതായ ഒരു വേൾഡിന്റെ ഒരു ക്രിയേറ്ററായി മാറും. അതിനുള്ള ഒരു ഓപ്പണിംഗ് നമ്മൾ കൊടുത്താൽ മാത്രം, അതേസമയം സ്ട്രിക്റ്റ് ആയിട്ട് പുറത്ത് വിടാതെ അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് ഈ ഒരു ഡെവലപ്മെന്റ് വൈകും. ചിലപ്പം അതങ്ങോട്ട് സ്റ്റണ്ടായി പോകും, മുരടിച്ചു പോകും. എൻവയോൺമെന്റിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും കാരണവും അതിന്റെ റിസൾട്ടും, അതായത് വൈ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ലേ നമ്മളുടെ അടുത്ത്, എന്തുകൊണ്ടാണ് അത് അങ്ങനെ, അതിനെന്താണ് ഇങ്ങനെ, അങ്ങനെയൊക്കെ കുറെ ക്വസ്റ്റ്യൻസ്, WH ക്വസ്റ്റ്യൻസ് കുട്ടികൾ ചോദിക്കും. അതവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഒരു എന്താ പറയുക സിംറ്റമാണ്. അവരുടെ ആ ഒരു ബുദ്ധി വളരുന്നതിന്റെ ഒരു ലക്ഷണമാണ്. അവരിങ്ങനെ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുന്നത്, നേച്ചറുമായിട്ട് കണക്ട് ചെയ്തും അല്ലാതെയും കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ആ സമയത്ത് അതിന്റെ വായടപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി നിൽക്കും. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് ആരെങ്കിലും ഒന്ന് വായിക്കാൻ റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് എന്താന്ന് കഴിയിട്ടില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സിലാവും. നെക്സ്റ്റ് ഈ ഒരു പാരഗ്രാഫ് കഴിഞ്ഞാൽ നമുക്ക് എറിക്സന്റെ നോക്കാം. There is a natural tendency in every child to become independent. The child wants to explore the moment and gain control over his or her muscles and development better coordination. If opportunities are not given to them for such analysis, they are not likely to become self-confident and are likely to lag behind in developing motor skills. Children generally start speaking words like ba, pa, ma around 6 months, and gradually their vocabulary increases. Talking to them and encouraging them to talk on stage is very important for their language development. Early stimulation helps them to practice mastering the language. There are many children who do not get the risk kind of environment during childhood days. There is no one to boot them and any facility. Even if they have all the potential, the environmental conditions prevailing at home tend to curtail their growth and development. മ്യൂട്ടാണ് മാം. ഓക്കെ, 3 സൈക്കോ അനാലിസ്റ്റുകളുടെ ലിങ്ക് ഇപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വരും. അതായത് എറിക്സൺ, സിഗ്മണ്ട് ഫ്രോയിഡ്, വിറ്റോസ്കി. ഇവരുടെ ഞാൻ തന്നിട്ടില്ലല്ലോ, ഉണ്ടോ? ഇല്ല, ഞാനത് എടുത്ത് കൊടുത്തിട്ടുണ്ടേ. ചിലപ്പോ ഇപ്പൊ തന്നെ വരുമായിരിക്കും. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ കുറെ കാര്യങ്ങളൊക്കെയായിരുന്നു പറയുന്നത്. അപ്പൊ കുട്ടികൾക്ക് നമുക്കറിയാം, അവർ വാശി പിടിക്കാറുണ്ടല്ലേ, ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് ചെയ്യാൻ, ഭക്ഷണം കഴിക്കാൻ, സോക്സ് ഇടാൻ, ഷൂ ഇടാൻ ഒക്കെ അവർ വാശി പിടിക്കും. അപ്പൊ ആസ് എ പാരന്റ് നമ്മൾ ചിന്തിക്കുന്ന അവര് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല, അല്ലെങ്കിൽ അവര് ചെയ്യുമ്പോൾ കുറെ സമയം എടുക്കും, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ തടസ്സപ്പെടുത്തും അവരെ. പക്ഷെ അപ്പൊ തടസ്സപ്പെടുത്തുന്നവർ അവർ കൂടുതൽ വാശി കാണിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഭക്ഷണം നമ്മൾ കൊടുത്താലേ അവരുടെ വയറ് നിറയുള്ളൂ,
അവര് കഴിച്ചു കഴിഞ്ഞാൽ മുഴുവൻ കഴിക്കില്ല, കുറെ കളയും, അങ്ങനെയൊക്കെ രീതിയിൽ പറയും. പക്ഷെ ഇവര് ഇൻഡിപെൻഡന്റ് ആകാനായിട്ട് തുടങ്ങുന്നത് ഇവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഭാഗം തന്നെയാണ്. ഇവര് തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. അവർക്ക് കൂടുതൽ കൂടുതൽ പുറത്തേക്ക് ഇറങ്ങണം, മൂവ് ചെയ്യണം, നടക്കണം, ഓടണം, ചാടണം, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും അവരുടെ ഡെവലപ്മെന്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ അങ്ങനെ ആവുമ്പോൾ ഇപ്പൊ കുട്ടി നടക്കാനായിട്ട് തുടങ്ങുമ്പോൾ കുട്ടി ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ ബോഡി കൺട്രോൾ ശരിയാവില്ല. കാരണം നടന്ന് അല്ലെങ്കിൽ ഓടി കുറെ അങ്ങ് കഴിയുമ്പോൾ വീഴും, അവർ എണീറ്റ് വീണ്ടും നടക്കും, അങ്ങനെ അങ്ങനെ അങ്ങ് അവരുടെ ബോഡി മൂവ്മെന്റ്സ് കോർഡിനേറ്റ് ആവും, ബോഡിയുടെ കൺട്രോള് കോർഡിനേറ്റ് ആകും. കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, കുട്ടി ഇങ്ങനെ നടക്കാൻ തുടങ്ങുന്ന ആ ഒരു സമയം, കുട്ടി നടക്കുകയാണ്, മുന്നില് പുറകിൽ അച്ഛൻ വരുന്നുണ്ട്. അപ്പൊ കുറച്ചങ്ങ് നടന്നു ചെന്നപ്പോഴേക്കും ആള് വീണ് അപ്പൊ അവിടെ തന്നെ കിടന്നു. കാരണം അച്ഛൻ വരുന്നുണ്ടല്ലോ, അച്ഛൻ എടുക്കും എന്നൊരു പ്രതീക്ഷയില് അവിടെ തന്നെ കിടന്നു. പക്ഷെ അച്ഛൻ മൈൻഡ് ചെയ്യാതെ കുട്ടിയെ ക്രോസ് ചെയ്ത് പോയപ്പോഴേക്കും ആൾക്ക് മനസ്സിലായി എന്നെ എടുക്കില്ല എന്ന് മനസ്സിലായി. തന്നെ അവിടെ നിന്ന് എടുത്തിട്ട് വീണ്ടും ഓടുകയും നടക്കുകയും ചെയ്തു. അങ്ങനെ വേണം എന്നാണ് പറയുന്നത്. സൈക്കിൾ പഠിപ്പിക്കുമ്പോൾ നമ്മള് കുട്ടികളുടെ ബാക്കിൽ ഇങ്ങനെ പിടിക്കും അല്ലെ, പിടിച്ച് കുറച്ച് കഴിയുമ്പോ പതുക്കെ അങ്ങനെ ലൂസാക്കും, എന്നിട്ട് അങ്ങ് കൈ അങ്ങ് വിടും. അങ്ങനെ അവർ തന്നെ ഓടിക്കാനായിട്ട് തുടങ്ങും. തുടക്കത്തിലുള്ള സപ്പോർട്ട് മതി, പിന്നെ അവർ തന്നെ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവരെ അലോ ചെയ്യുക, പെർമിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ അവര് സംസാരിക്കാൻ തുടങ്ങുന്ന കാര്യങ്ങളും എല്ലാം ഗ്രാജുവലി അവരുടെ വൊക്കാബുലറിയും ഇൻക്രീസ് ചെയ്യും. കുട്ടിക്ക് മനസ്സിലായില്ലെങ്കിൽ കൂടിയും നമ്മൾ ചില ആളുകളെ കണ്ടിട്ടില്ല, അവരിങ്ങനെ കുട്ടികളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും, നിർത്താതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അവർക്ക് മനസ്സിലായിട്ടൊന്നുമില്ല, പക്ഷെ അത് കാണുമ്പോൾ ഇവര് ഇങ്ങനെ എന്തൊക്കെയോ ശബ്ദങ്ങളൊക്കെ പുറത്തേക്ക് വരും. കുറച്ച് കഴിയുമ്പോൾ അവരുടെ വൊക്കാബുലറി ഗ്രാജുവലി ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ഒരു രീതിയാണ്. നമ്മൾ ചെയ്യേണ്ടത് ഇവരെ സ്റ്റിമുലേറ്റ് ചെയ്യുക, ഇവരെ ട്രിഗർ ചെയ്യാൻ, സംസാരിപ്പിക്കാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാൻ. നടന്നു വരുമ്പോൾ നമ്മൾ മുന്നിൽ നിന്ന് നമ്മൾ ബാക്കിലേക്ക് നടന്ന് അവരെ മുന്നിലേക്ക് ഇങ്ങോട്ട് വരാനായിട്ടുള്ള അത് കൊടുക്കുക, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമല്ലോ. പിന്നെ ചിലതൊക്കെ നമ്മൾ പഠിപ്പിക്കും, നമ്പേഴ്സ് പഠിപ്പിക്കും, പിന്നെ ബോഡി പാർട്സ് പഠിപ്പിക്കും. ഈ ഒരു ഏജിലൊക്കെ കണ്ണേതാ മൂക്കിയതെന്നൊക്കെ ചോദിച്ചു, ഇതൊക്കെ അവരെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സപ്പോർട്ട് തന്നെയാണ്. അവർക്ക് എല്ലാ കഴിവുകളും കുട്ടികൾക്ക് ഉണ്ടാകും. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനും മൂവ്മെന്റ് ആണെങ്കിലും ബുദ്ധിപരമായിട്ടാണെങ്കിലും എല്ലാ പൊട്ടൻഷ്യൽസും അവരുടെ കയ്യിലുണ്ട്. പക്ഷെ പ്രോപ്പർ ആയിട്ടുള്ള വളരാനുള്ള നല്ലൊരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതൊക്കെ പുറത്തേക്ക് വരുള്ളൂ. വീടിനകത്ത് അടച്ചു കൂട്ടിയിരിക്കുന്ന ഒരു കുട്ടിയുടെ ഉള്ളിൽ എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട്, പക്ഷെ കുട്ടിയെ ഒരു രീതിയിലും പുറം ലോകവുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല. അങ്ങനെയാകുമ്പോൾ അതിന്റെ വളർച്ച മുരടിച്ചു പോകും. നമുക്കറിയാലോ, ചെടികള് നല്ല സൂര്യപ്രകാശവും വെള്ളവും വെളിച്ചവും എല്ലാം ഉള്ളിടത്താണ് ചെടി നല്ല രീതിയിൽ വളരുള്ളൂ. റെയർ കേസസ് കാണുമായിരിക്കും, പാറയുടെ ഇടയിലൊക്കെ അങ്ങനെ അതിജീവിത എന്നൊക്കെ പറയണ പോലെ അങ്ങനെ വളർന്നു വന്നതുണ്ടാവും. പക്ഷെ അതൊക്കെ റെയറാണ്. എല്ലാ കുട്ടികളും അങ്ങനെ ആവണമെന്നില്ല, അല്ലെ, തീയിൽ കുരുത്തതെന്നൊക്കെ ചില കുട്ടികളെ നമ്മൾ പറയും, പക്ഷെ എല്ലാ കുട്ടികളും അങ്ങനെ ആവണമെന്നില്ല. അപ്പൊ അതിനുള്ള ഒരു എൻവിയോൺമെന്റ് നമ്മൾ ഒരുക്കി കൊടുക്കണം. പിന്നെ ഇതിൽ വേറൊരു ഫാക്ടർ ഉണ്ട്, നമ്മൾ പറഞ്ഞു ഹെറിഡിറ്ററി ഒരു ഫാക്ടറാണ്, അത് നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല. പക്ഷെ ഡോക്ടർ മോണ്ടിസോറി പറയുന്നത് അതിന് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ കുട്ടി വളരേണ്ട ആ ഒരു അന്തരീക്ഷം അതിനനുസരിച്ച് മോഡിഫൈ ചെയ്ത് നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ ഹെറിഡിറ്ററി മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ട് പറ്റും, റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും, അതിന്റെ ഇമ്പാക്ട് കുറയ്ക്കാനായിട്ട് പറ്റും എന്നാണ് ഡോക്ടർ മോണ്ടിസോറി പറയുന്നത്. നിനക്കിപ്പോ വന്നിട്ടുണ്ടാകണം, ഗ്രൂപ്പിലൊന്ന് ശ്രദ്ധിച്ചോളൂ. ഞാൻ എന്തായാലും എറിക്സന്റെ സ്റ്റേജിലേക്ക് ഒന്ന് പോവാണ്. വന്നിട്ടുണ്ടോ 3 ലിങ്ക് ലിങ്കില് കൂടുതലാണ്. യെസ്, അപ്പൊ നമ്മൾ എറിക്സന്റെ സ്റ്റേജിലേക്ക് പോവുകയാണ് കേട്ടോ. എല്ലാരും ഏജ് വയസ്സാണ് കുട്ടികളുടെ ഡെവലപ്മെന്റ് പറയുന്നത്, അതാണല്ലോ അതിന്റെ പ്രോപ്പർ രീതി. അപ്പൊ നമ്മൾ ബ്രൂണറിന്റെ പറഞ്ഞു കഴിഞ്ഞു, പിയാജയുടെ പറഞ്ഞു കഴിഞ്ഞു. ബ്രൂണർ 3 സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോ പിയാജെ അതിനെ 4 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അദ്ദേഹം കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിലാണ് തിയറി പറഞ്ഞത്. രണ്ടുപേരും അങ്ങനെ തന്നെ ഏജ് വൈസ് അതിനെ മാറ്റി പറഞ്ഞു. അത് കോൺക്രീറ്റ് സ്റ്റേജസിൽ നിന്നും കുട്ടിക്ക് ലോജിക്കൽ തിങ്കിങ് വന്ന് അബ്സ്ട്രാക്ട് ഐഡിയാസും മനസ്സിലാകുന്ന രീതിയിൽ റീസണിങ് ചെയ്യാൻ, മനസ്സിലാക്കി അനലൈസ് ചെയ്യാനുള്ള കഴിവ് കുട്ടിയിൽ വന്നു എന്നൊക്കെ പിയാജെ പറഞ്ഞു. ഇനി എറിക്സൺ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. എറിക്സൺ 8 സ്റ്റേജസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ബ്രൂണർ 3, പിയാജെ 4, എറിക്സൺ 8 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. എറിക്സൺ പറയുന്നത് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി, ഐഡന്റിറ്റി
അതെല്ലാം ഈ ഓരോ സ്റ്റേജിലും ഡെവലപ്പ് ആയി വരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. എല്ലായിടത്തും വളരുന്ന സാഹചര്യത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തു. ഇത് എറിക്സന്റെ സ്റ്റേജിൽ നിന്നും നമുക്കൊരു മനുഷ്യന്റെ ജനനം തുടങ്ങി മരണം വരെ, അതായത് ആ ലൈഫ് സ്പാൻ, ആ ഒരു ആയുസ് ഉണ്ടല്ലോ, അത്രയും കാലഘട്ടം ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് എറിക്സന്റെ സ്റ്റേജ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്റ്റേജ് 1 എറിക്സൺ പറയുന്നത് ബർത്ത് തുടങ്ങിയിട്ട് 18 മന്ത്സ് എന്ന് പറയുമ്പോൾ 1.5 വയസ്സ് അല്ലെ, ബർത്ത് തുടങ്ങി, അതായത് ഇൻഫാൻസി, ശിശു ആയിരിക്കുന്ന അവസ്ഥ. എറിക്സന്റെ തിയറിക്ക്, ഈ ഡെവലപ്മെന്റ് തിയറിക്ക് പറഞ്ഞ പേര് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് എന്നാണ്. സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് സ്റ്റേജ്. പിയാജെയുടെയും ബ്രൂണറുടെയും തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, അതായത് ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളെ ഫോക്കസ് ചെയ്തിട്ടാണ് അവരൊരു കുട്ടിയുടെ ഡെവലപ്മെന്റ് പറഞ്ഞത്. എറിക്സൺ അതിനെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഒരു എൻറ്റയർ ലൈഫ് സ്പാനിൽ ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇതിലൂടെ എറിക്സൺ നമുക്ക് കാണിച്ചത്. ഫസ്റ്റ് സ്റ്റേജ് ആണ് ഇൻഫാൻസി, ഫ്രം ബർത്ത് ടു 18 മന്ത്സ്. ബർത്ത് ടു 18 മന്ത്സ് എന്ന് പറയുമ്പോൾ ജനിച്ച ഉടനെ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് ആരാണ് ആ കുട്ടിയെ നോക്കുന്നത്? തന്നെത്താൻ എന്തായാലും ചെയ്യാൻ പറ്റില്ലല്ലോ, ഡിപ്പെൻഡന്റ് അല്ലേ. ആരായിരിക്കും കുട്ടിയുടെ കൂടെ കൂടുതൽ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്? അമ്മയായിരിക്കും, മദർ, അല്ലെങ്കിൽ നമുക്ക് പറയാം, ജനറലി പറയാം കെയർ ഗീവർ. ഒരു കുട്ടിക്ക് എപ്പോഴും അമ്മ കൂടെ ഉണ്ടാവണമെന്ന് അങ്ങനെ ഇല്ലാത്ത കുട്ടികളും ഉണ്ടായിരിക്കും അല്ലെ, എന്താ സംഭവിക്കാതിരിക്കും. ഇപ്പൊ കെയർ ഗീവർ ആണ് കുട്ടിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. ഭക്ഷണം, കുട്ടിയെ കുളിപ്പിക്കുന്നത്, കുട്ടിയെ ഉറക്കുന്നത്, എല്ലാം, കുട്ടിയുടെ ഡ്രസ്സ് ക്ലീൻ ചെയ്യുന്നത്, യൂറിനും മോഷനും ഒക്കെ പാസ് ചെയ്യുമ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് കുട്ടിയെ നീറ്റാക്കി വെക്കുന്നതെല്ലാം ഈ ഒരു കെയർ ഗീവർ ആണ് അല്ലെ. അപ്പൊ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അത് കുട്ടിയുടെ ആ ഒരു പ്രായത്തിനനുസരിച്ച് എക്സ്പ്രഷൻ കാണിച്ച് ഡിമാൻഡ് ചെയ്ത് കുട്ടിയെ നേടും. അത് കെയർ ഗീവർക്കായിരിക്കും മനസ്സിലാകുന്നത്. കുട്ടി എന്തിനാണ് കരയുന്നതെന്നോ എന്തായിരിക്കും അപ്പോഴത്തെ ആവശ്യം എന്നൊക്കെ മനസ്സിലാകുന്നത് ഈ പറയുന്ന അമ്മ അല്ലെങ്കിൽ കെയർ ഗീവർ. ഇവര് തമ്മിലൊരു ബോണ്ട് ഉണ്ടാവും ഈ കെയർ ഗീവറുമായിട്ട്, ഒരു വിശ്വാസം, ട്രസ്റ്റ്. എനിക്ക് വിശന്നാ ഭക്ഷണം തരാൻ എനിക്കൊരാളുണ്ട്, എനിക്ക് ഉറക്കം വന്നാൽ എന്നെ ഉറക്കുന്ന ആളുണ്ട്, എന്റെ ഡ്രസ്സ് മോശമായാൽ അത് മാറ്റിത്തരാൻ ആളുണ്ട്. ആ ഒരു രീതിയിൽ ഒരു ട്രസ്റ്റ്, ഒരു റാപ്പോ ബിൽഡ് ചെയ്യുവാണ് കെയർ ഗീവറുമായിട്ട്. അതേസമയം ഈ കെയർ ഗീവർ ശരിയായ രീതിയിൽ കുട്ടിയെ ശ്രദ്ധിക്കുന്നില്ല, കുട്ടിയെ കറക്റ്റ് സമയത്ത് വിശക്കുമ്പോൾ ഭക്ഷണം കൊടുക്കുന്നില്ല, കുട്ടിയെ ക്ലീൻ ചെയ്യിക്കുന്നില്ല, അങ്ങനെ കുട്ടിയുടെ കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാതെ വരുമ്പോൾ കുട്ടിക്ക് അവിടെ ഒരു വിശ്വാസത നഷ്ടപ്പെടുവാണ് അല്ലെ, മിസ്ട്രസ്റ്റ് ആണ് അതിന്റെ റിസൾട്ട്. അപ്പൊ എറിക്സൺ അങ്ങനെയാണ്, പോസിറ്റീവായിട്ട് നടക്കുമ്പോൾ കുട്ടിയും ആ ആളുമായിട്ട് എന്താണ് ബിൽഡ് ചെയ്യുന്നതെന്നും നെഗറ്റീവ് സൈഡ് ആണെങ്കിൽ എന്ത് ബിൽഡ് ചെയ്യുന്നത്, രണ്ട് ആസ്പെക്റ്റിലാണ് കുട്ടികളുടെ ഡെവലപ്മെന്റ് പറയുന്നത്. അതായത് സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ കുട്ടികളും നല്ല രീതിയിൽ വളർന്നു വരുന്നത് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. ഒരു ഫെസിലിറ്റിയും കിട്ടാതെ കഷ്ടപ്പെടുന്ന കുട്ടികളും ഉണ്ടായിരിക്കും. അപ്പൊ അത് വെച്ചിട്ടാണ് എറിക്സൺ രണ്ട് ആസ്പെക്റ്റിൽ ഇതിനെ കണ്ടത്. അതായത് ആദ്യത്തെ കേസ്, അതായത് കെയർ ഗീവർ നല്ല രീതിയിൽ കുട്ടിയെ നോക്കുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ അവര് തമ്മിൽ നല്ലൊരു ബന്ധമായിരിക്കും, നല്ലൊരു ട്രസ്റ്റ് ഫോം ചെയ്യുന്നു ഈ കെയർ ഗീവറും കുട്ടിയുമായിട്ട്, അല്ലെങ്കിൽ അമ്മയാണെങ്കിൽ അമ്മയും കുട്ടിയുമായിട്ട്. ഈ ഒരു സമയത്തെ ഇമ്പോർട്ടന്റ് ഇവന്റ് എന്ന് പറയുന്നത് അമ്മയും കുട്ടിയുമായിട്ട് എത്രത്തോളം ഒരു ബോണ്ടിങ് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ഇതെന്ന് പറയുന്നത് ഫീഡിങ് ആണ് അല്ലെ. ബ്രസ്റ്റ് ഫീഡിങ് തന്നെ ആ ഒരു രീതിയിൽ ഫീഡിങ് നടക്കും. അപ്പൊ ഒരു നമ്മളൊരു ആത്മബന്ധം അവിടെ ഉണ്ടാവുകയാണ്, ട്രസ്റ്റ്. കുട്ടിക്കൊരു പ്രതീക്ഷയാണ്, എനിക്ക് ഇതെല്ലാം ചെയ്തു തരാനായിട്ട് എനിക്കൊരു ആളുണ്ട് എന്നൊരു പ്രതീക്ഷ എല്ലാ കാലത്തും കുട്ടികളിൽ ഉണ്ടാവും. എറിക്സന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണിത്. സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ്, തിയറി ഓഫ് സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ് എന്നാണ് എറിക്സന്റെ ഡെവലപ്മെന്റ് തിയറി അറിയുന്നത്. അത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു, ബർത്ത് തുടങ്ങിയിട്ട് 1.5 വയസ്സ് വരെയുള്ള ആ ഒരു സമയത്തെ അത് മോസ്റ്റ് ഫണ്ടമെന്റൽ സ്റ്റേജ് ആണ്. കാരണം വെച്ചാൽ ആ ഒരു കാര്യം 3 വയസ്സ് വരെ കുട്ടിക്ക് ഓർമ്മയില്ലെങ്കിൽ പോലും ഇത് സബ് കോൺഷ്യസ് മൈൻഡിൽ ആ സമയത്ത് നടന്ന കാര്യങ്ങളെല്ലാം കിടക്കുന്നുണ്ടാവും. ചെറിയ കുട്ടിയല്ലേ, ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, വലുതാവുമ്പോ ശരിയാക്കാം എന്നുള്ളതല്ല. നമ്മളൊരു വീടിന്
തറക്കല്ലിടുന്ന പോലെ തന്നെ ഈ ഒരു ഏജ് കുട്ടിയുടെ ഒരു ഫണ്ടമെന്റൽ സ്റ്റേജ് ആണ്. ഈ സമയത്ത് ഒരു പേടി, ഈ സമയത്ത് ഒരു അബ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ എഫക്റ്റ് അവരുടെ ലൈഫ് ലോങ്, ത്രൂ ഔട്ട് ലൈഫ് ലോങ് ഉണ്ടാകും. ഒരു പക്ഷെ മറന്നു പോയിട്ടുണ്ടാകാം. പക്ഷെ ചില ആളുകൾ കണ്ടിട്ടില്ലേ, വലുതായാലും പാറ്റ, പല്ലി, ഇരുട്ട്, നിലാവ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പേടി എന്ന് പറയുന്നത് എന്തുകൊണ്ട് പേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു എക്സ്പ്ലനേഷൻ ചിലപ്പോൾ ഉണ്ടാവില്ല. കാരണം ചെറുപ്പത്തിൽ എന്തോ ഒരു കാര്യം കൊണ്ടായിരിക്കാം അവരങ്ങനെ പേടിച്ചിരിക്കുന്നത്. ഹസ്ബൻഡ് എന്നോട് പറയുമായിരുന്നു, ഹസ്ബൻഡ് നിലാവ് പേടിയായിരുന്നു. ഫസ്റ്റ് കേട്ടപ്പോ എനിക്ക് ചിരി വന്നു. കാരണം ചില നിലാവിനെ കുറിച്ച് കവികളൊക്കെ ഭയങ്കര കവിത എഴുതലും പിന്നെ റൊമാൻസിന്റെ ഒരു ഇതായിട്ടാണ് നിലാവിനെ എല്ലാരും പറയുന്നത് അല്ലേ. അപ്പം നിലാവ് പേടിയാന്ന് തോന്നുന്നു. പെട്ടെന്ന് കേട്ടപ്പോ ചിരിച്ചെങ്കിലും ചിരിക്കണ്ടായിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നി. പിന്നീട് ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് തോന്നി ചിലപ്പോ ചെറുപ്പത്തിൽ എന്തെങ്കിലും ഒരു ഇതുകൊണ്ടായിരിക്കാം നിലാവ് പേടി തോന്നിയത്. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചപ്പോ ആൾക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒബ്സർവ് ചെയ്തു ഈ നിലാവിനെ. പിന്നെ ശ്രദ്ധിച്ചപ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. അതാണോ കറക്റ്റ് എന്ന് എനിക്കറിയില്ല. നിലാവ് സമയത്താണ് നിഴല് കൂടുതലും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിലാവുള്ളപ്പോ നിഴല് കൂടുതലായിരിക്കും. വാഴയുടെ ഒക്കെ ഇലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകും. അതുപോലെ ഇനി അങ്ങനെ ചെറുപ്പത്തിൽ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കാം എന്ന് ഞാനിങ്ങനെ മനസ്സിലാക്കി. കാരണം ആൾക്ക് എന്തുകൊണ്ട് അത് പേടിയെന്ന് ഓർമ്മയില്ല. അപ്പൊ ചെറുപ്പത്തിലെ എന്തോ ഒരു പേടി തട്ടിയതായിരിക്കാം. ആ ഒരു ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ നിഴല് കണ്ട് നമ്മൾ പേടിക്കുന്ന നിലാവ് സമയത്തായിരിക്കും എന്ന് തോന്നും. അത്ര ഇരുട്ടിലൊന്നും ഭയങ്കരമായ നിഴലൊന്നും നമ്മൾ കാണില്ല. പക്ഷെ നിലാവത്ത് ഉള്ള നിഴല് കണ്ടു കഴിഞ്ഞാൽ മനുഷ്യർ നിൽക്കണ പോലെയൊക്കെ തോന്നും. അത് ഫസ്റ്റ് സ്റ്റേജിന്റെ കാര്യം ഇതായിരുന്നു. അവരുടെ ആ ഒരു ഏജ്, ആ സമയത്ത് കെയർ ഗീവറുമായിട്ട് നല്ലൊരു അടുപ്പമാണ്. അതൊരു ഫൗണ്ടേഷൻ ആണ്. എല്ലാ അടുത്ത് വരുന്ന എല്ലാ ഡെവലപ്പുകളുടെ ഒരു ഫൗണ്ടേഷൻ ആണ്. അതായത് കെയർ ഗീവർ ഭക്ഷണം, ഡ്രസ്സും ക്ലീനിങ്ങും മാത്രമല്ല ചെയ്യേണ്ടത് അല്ലേ. ഒരു കെയറിങ്, ലവ്, അഫക്ഷൻ, വാംപ്, ഇതെല്ലാം കുട്ടികളുടെ റൈറ്റ്സ് ആണ്. കുട്ടികൾക്ക് കിട്ടേണ്ടതാണ്. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം മാത്രമല്ല, മനസ്സിന് സന്തോഷം കിട്ടുന്ന രീതിയിലുള്ള ന്യൂട്രിയൻസ്, പോസിറ്റീവ് ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യണം അല്ലെ. ഈ ലവ്, വാംപ്, സേഫ്റ്റി, ഒരു സേഫ് ഫീലിംഗ് തോന്നണം, ഒരു സെക്യൂർ ഫീലിംഗ് തോന്നണം. അമ്മയുടെ കൈകളിൽ കിട്ടുന്ന ഒരു സന്തോഷം പല കുട്ടികൾക്കും വേറൊരാളുടെ കിട്ടണമെന്നില്ല. ആ ഒരു സേഫ്റ്റി, അതാണ് അവരുടെ നർച്ചറിങ്, അവരെ വളർത്തുന്നതിലെ ഒരു ഇത്. നർച്ചറിങ്ങിലൊരു ഡിഫറൻറ്റ് ആണ്. ഒരേ സാഹചര്യത്തിൽ രണ്ട് കുട്ടികൾ, അതായത് ഫിനാൻഷ്യലി എല്ലാം ഉള്ളത് തന്നെ രണ്ട് വീട് എന്തും കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാം. പക്ഷെ ശരിയായ രീതിയിലുള്ള കെയറിങ് ഇല്ല, ലവ് ഇല്ല, സേഫ്റ്റി ഫീലിംഗ് ഇല്ലെങ്കിൽ അവിടെ കുട്ടിയെ വളർത്തുന്നതിൽ അപാകതകളായി. പക്ഷെ മറ്റേ വീട്ടിലെ കുട്ടിക്ക് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ ഒരേ സാഹചര്യത്തിൽ ജീവിക്കുന്ന രണ്ടുപേരും വ്യത്യസ്തരാകാനും ഇത് തന്നെ കാരണമാകാം. അങ്ങനെ നല്ല രീതിയിലുള്ള കെയറും ലവും ഇവർക്ക് പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയാം. അപ്പൊ കുട്ടിക്ക് ആ ഒരു ഫീല് വരും, അവർക്ക് സേഫ്റ്റി, ഒരു സെക്യൂർ ഫീല് വരും. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾ അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ അവർ കൂടുതൽ സക്സസ്ഫുള്ളി ഡെവലപ്പ് ആകണം. അവർക്ക് അറിയാം എനിക്കൊരാളുണ്ട്, എന്നെ നോക്കാൻ ഒരാളുണ്ട്. ആ ഒരു ട്രസ്റ്റ് അമ്മയായിട്ട് വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ കെയർ ഗിവർ ആയിട്ട് വന്നു കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര സേഫ്, സെക്യൂർ ഫീലിംഗ് ആയിരിക്കും. അതേസമയം ഇങ്ങനെയൊന്നും കൊടുക്കാത്ത ഒരു കെയർ ഗിവർ ആണെങ്കിൽ കുട്ടിക്ക് യാതൊരു കെയറും കിട്ടുന്നില്ല, അവിടെ ഫെയിലിയർ ആയിരിക്കും വരുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് തന്നെ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്തോറും കൂടുതൽ പ്രശ്നങ്ങളിലേക്കായിരിക്കും വരുന്നത്. കുറെ അതിനകത്ത് വായിക്കാനുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്ത് പോയാൽ മതി കേട്ടോ. നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റേജ് പറയുന്നത് ഇയർലി ചൈൽഡ്ഹുഡ് ആണ്. സെക്കൻഡ് സ്റ്റേജും കൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നും എടുക്കാം. ഇത് നല്ല പോലെ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. എന്നാലും നമുക്ക് സൈക്കോളജി ഒന്ന് കൂടുതൽ ഡെപ്തിലൊന്നും നമ്മൾ അറിയില്ല. അപ്പൊ ഈ അനാലിസിസ് ടെക്നിക്സ് നല്ലതായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഏർലി ചൈൽഡ്ഹുഡ് 2 വയസ്സ് തുടങ്ങി 3 വയസ്സ് വരെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ്, അതായത് ഈ 2 സ്റ്റേജിലും കുട്ടി വീട്ടിലാണ്, ഹോം എന്നുള്ള എൻവയോൺമെന്റിലാണ്. കുട്ടിയെ നോക്കാൻ അവിടെ കെയർ ഗിവേഴ്സ് ഉണ്ട്. ഈ 2 സ്റ്റേജ് കഴിയുമ്പോഴാണ് കുട്ടി സ്കൂളിൽ നിന്നുള്ള രണ്ടാമത്തെ എൻവയോൺമെന്റിന്റെ ഫേസിലേക്ക് പോകുന്നത്. ഈ 3 വയസ്സ് വരെ നമ്മൾ വീട്ടിലുള്ളവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ. ഈ ഒരു സമയത്ത് സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ മെയിൻ ആയിട്ടും കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്നത് ടോയ്ലറ്റ് ട്രെയിനിങ് ആണ്.
പൊട്ടി ട്രെയിനിങ് ആണ് ചെയ്യിക്കുന്നത്. ഇത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഇൻഡിപെൻഡന്റ് ആകും, ഓട്ടോണമി, അവർ ഇൻഡിപെൻഡന്റ് ആകും, അവർക്കൊരു വിശ്വാസം, സ്വയം ഒരു വിശ്വാസം, അവർക്ക് അറിയാം മോഷൻ യൂറിന്റെ ഒക്കെ ടെൻഡൻസി വരുമ്പോൾ അവർക്ക് തന്നെ പോയി അത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അറിയുന്നു. അതേസമയം പ്രോപ്പർ ആയിട്ട് ടോയ്ലറ്റ് ട്രെയിനിങ് കിട്ടിയിട്ടില്ലെങ്കിൽ കുട്ടിക്ക് സെൻസേഷൻ വരുമ്പോ പറയാനറിയില്ല, തന്നെത്താനെ ടോയ്ലറ്റിൽ പോകാനും അറിയാതെ വരും, അത് അവിടേക്കാകും, അങ്ങനെ കുട്ടിക്ക് നാണക്കേടാകും, ഷെയിമാകും, ചിലപ്പോ വീട്ടിലുള്ളവര് ചീത്ത പറയുകയോ അങ്ങനെയൊക്കെ ചെയ്യും. ഇങ്ങനെ വരുമ്പോ ആ കുട്ടിയില് ആ ഒരു പേഴ്സണാലിറ്റിയുടെ ഡെവലപ്മെന്റ് ആണ് അവിടെ ശരിക്കും. പേഴ്സണാലിറ്റി കുറഞ്ഞു വരുന്നു. അങ്ങനെ ആകുമ്പോ അത് ഭയങ്കരമായിട്ട് ഉൾവലിഞ്ഞ ഒരാളാകും, ഒരു നാണവും ഷെയിം, ഞാൻ എന്ത് ചെയ്താലും ശരിയാകില്ല, ഒരു ഡൗട്ട്ഫുൾ ആയിരിക്കും, സെൽഫ് ഡൗട്ട് ആയിരിക്കും ഈ ഒരു പ്രായത്തില്. ഈ പൊട്ടി ട്രെയിനിങ് കറക്റ്റ് വന്നില്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡില് 2 വയസ്സ് തുടങ്ങിയിട്ട് 3 വയസ്സ് വരെയുള്ള ഒരു സമയത്ത് ഓട്ടോണമി എന്ന് വെച്ചാൽ ഇൻഡിപെൻഡന്റ് ആകുന്നത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ, നല്ല രീതിയിൽ പാരന്റ്സ് ആ സമയത്ത് കൊടുക്കേണ്ട ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ഇൻഡിപെൻഡന്റ് ആകും. അതേസമയം ആ രീതിയിലുള്ള ട്രെയിനിങ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ കുട്ടിക്ക് കാര്യങ്ങൾ തന്നെ ചെയ്യാൻ പറ്റാതായിട്ട് വരും. അവരുടെ ആ ബേസിക് ആക്ഷൻ, പ്രത്യേകിച്ചും ടോയ്ലറ്ററി ആ ഒരു പർപ്പസ് കാര്യങ്ങളൊന്നും. അങ്ങനെ സെൻസ് ഓഫ് ഓട്ടോണമി ഇവിടെ വരണമെങ്കിൽ പാരന്റ്സും കെയർ ഗീവേഴ്സും കുട്ടിക്ക് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് കൊടുക്കണം. മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റി വരുന്നത് പൊട്ടി ട്രെയിനിങ് ആണ്. അപ്പൊ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്കൂളിലേക്ക് പോവുക. അപ്പൊ അവർക്ക് തന്നെത്താനെ, വീട്ടിലെ പോലെയല്ലോ ടോയ്ലറ്റ് ഒക്കെ തന്നെത്താനെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരുടെ വിൽ പവർ കൂടണം, പേഴ്സണാലിറ്റി കൂടണം. അപ്പൊ ആ ബോഡിലി ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള പവർ കുട്ടിക്ക് കിട്ടുന്നു. വെച്ചാൽ യൂറിൻ മോഷൻ അതിന്റെയൊക്കെ അത് ആ ബോഡിലി ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് അത് സെൻസ് ഓഫ് ഇൻഡിപെൻഡൻസിന്റെ ഒരു ലക്ഷണമാണ്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, ടോയ്സ്, അതിന്റെ പ്രിഫറൻസ്, പിന്നെ ഡ്രസ്സ്, അവർക്കൊരു ഇഷ്ടം ഉണ്ടാവും, ഒരു കളറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു, ചിലപ്പോ ഒരേ ഡ്രസ്സിങ് ആയിരിക്കും എവിടെ പോയാലും ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ക്ലോത്ത് ചോയ്സിന്റെ പ്രിഫറൻസസും, ഫുഡ്, ചില ഫുഡിനോട് ഭയങ്കര താല്പര്യം, പിന്നെ ടോയ്സ്, കളിപ്പാട്ടങ്ങളോടുള്ള താല്പര്യം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് ഈ ഒരു പ്രായത്തിലാണ്. അപ്പൊ നമ്മള് റിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ആണ്, തിയറി ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ആണ്. 8 സ്റ്റേജസ് ഉണ്ട്. അതിലെ 2 സ്റ്റേജസ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഫസ്റ്റ് സ്റ്റേജ് ബർത്ത് തുടങ്ങിയിട്ട് 1.5 വയസ്സ് നമ്മൾ പറഞ്ഞു, ഇൻഫാൻസി. രണ്ടാമത്തത് ഏർലി ചൈൽഡ്ഹുഡ്, 2 വയസ്സ് തുടങ്ങിയിട്ട് 3 വയസ്സ് വരെ രീതിയിൽ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് കണ്ടിന്യൂ ചെയ്യാം. ഇൻട്രസ്റ്റിംഗ് ആണ്, കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വായിക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് തന്ന ലിങ്കിന് കുറച്ചുകൂടെ ഒന്ന് സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെയാണ്, ഞാനത് സിമ്പിൾ ആയിട്ട് മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നോക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. എനിവേ വായിക്കാൻ സമയം കിട്ടുവാണെങ്കിൽ ഒന്ന് വായിച്ചിട്ട് വരൂ. നെക്സ്റ്റ് ഭാഗങ്ങൾ നെക്സ്റ്റിന്റെ കഴിയുമ്പോൾ നമ്മൾ വിഡോസ്കിയുടെ ചെയ്യും, പിന്നെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ചെയ്യും. അപ്പൊ നമ്മള് 5 പേരുടെ അനാലിസിസ് മനസ്സിലാക്കും ചൈൽഡ് ഡെവലപ്മെന്റിൽ. അത് തന്നെ ഇനഫ്, മോർ ദാൻ ഇനഫ്. നമുക്ക് മനസ്സിലാകും, ഒരു കുട്ടി മുന്നിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കുട്ടിയെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി ചെയ്യാം. ഏതെങ്കിലുമൊക്കെ മോക്ക് ടെസ്റ്റ് പെൻഡിങ് ഉണ്ടോ? എങ്ങനെ എനിക്കൊന്ന് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടേക്കെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. മാം സൈൻ ഔട്ട് ഉണ്ട്. പറയൂ. സോ I welcome Minumol for sign out. Thank you, ma'am, for the wonderful section, and thank my dear friends for attending the class today. Appreciate your participation. Thank you all. Have a nice day. എല്ലാവർക്കും സ്നേഹവും സന്തോഷവും നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. ഇനിയിപ്പോ നമ്മൾ അടുത്ത ആഴ്ചയിൽ കാണുള്ളൂ. Thank you, ma'am. Ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.